അപ്പോ വർക്ക് എനർജി പവർ കണ്ടിന്യൂ ചെയ്യാണ് കേട്ടോ. സീറോ വർക്ക്. സീറോ വർക്ക് സംശയം ചോദിച്ചോ കേട്ടോ. തുടങ്ങാം. ഇപ്പൊ മൂന്നാമത്തെ ടൈപ്പ് ഓഫ് വർക്കാണ് സീറോ വർക്ക്. മൂന്നാമത്തെ ടൈപ്പ്. പോസിറ്റീവ് വർക്ക് കഴിഞ്ഞു, നെഗറ്റീവ് വർക്ക് കഴിഞ്ഞു, സീറോ വർക്ക് കേട്ടോ. യെസ്, നോക്കിയേ മക്കളെ, നമ്മൾ വർക്ക് ഈസ് ഈക്വൽ ടു എഫ് എസ് കോസ് തീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. വർക്ക് ഈസ് ഈക്വൽ ടു എഫ് എസ് കോസ് തീറ്റ. കാണാത്ത കുട്ടികളുണ്ടാവും തോന്നുന്നു അല്ലെ. ഈക്വേഷൻ എഫ് എസ് കോസ് തീറ്റ കണ്ടിട്ടില്ല, കുഴപ്പമില്ല, പേടിക്കണ്ട. അതിൽ എഫ് എന്ന് പറയുന്നത് ഫോഴ്സ് ആണ്, എസ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. കേട്ടിട്ടുണ്ടാവല്ലോ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഒക്കെ. തീറ്റ എന്ന് പറയുന്നത് ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും നമ്മൾ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ്. ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ്. നമ്മൾ ഓൾറെഡി ഇത് പറഞ്ഞിട്ടുള്ളതാണ്, ഓർമ്മയുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോ ഇതൊരു ബ്ലോക്ക് ഉണ്ട്. ഈ ബ്ലോക്കിലേക്ക് നമ്മൾ അങ്ങനെ മക്കൾ ഇങ്ങനെ ഒരു ഫോഴ്സ് കൊടുക്കുന്നു, എഫ്. ആ ഫോഴ്സ് കൊടുത്തിട്ട് ബ്ലോക്ക് ഹൊറിസോണ്ടൽ ആയിട്ട്, അതായത് ഇങ്ങനെയാണ് ഡിസ്പ്ലേസ് ചെയ്യുന്നത് വിചാരിക്കാം. ഓർമ്മയുണ്ടാവണം. അപ്പൊ നമ്മൾ ഫോഴ്സ് ഇങ്ങനെ കൊടുക്കുന്നു, ആ ബ്ലോക്ക് ഇങ്ങനെ ഡിസ്പ്ലേസ് ചെയ്യുന്നു, സൈഡിലേക്ക് ഡിസ്പ്ലേസ് ചെയ്യുന്നു. അപ്പോ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഒരേ ഡയറക്ഷനിലോട്ടാണോ ഇവിടെ? ആണോ? അല്ല, ഫോഴ്സ് ചെരിഞ്ഞിട്ടാ പോണത്, ഡിസ്പ്ലേസ്മെന്റ് ഹൊറിസോണ്ടൽ ആയിട്ടാ പോണത്. അപ്പൊ നമ്മൾ അതിപ്പോ ഉദാഹരണം കാണിച്ചിട്ട് നമ്മളിപ്പോ ഡെസ്ക് പിടിച്ചു വലിക്കുക. ഡെസ്ക് പിടിച്ചു വലിക്കുമ്പോ എന്റെ കൈ നിൽക്കണം നോക്കുക, കാണുന്നുണ്ടാ? എന്റെ കൈ ഇങ്ങനെ ചെരിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. ഡെസ്ക് ഇങ്ങനെ തന്നെ ഹൊറിസോണ്ടൽ ആയിട്ടാ വരുന്നത്. അപ്പോ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും സെയിം ഡയറക്ഷനിലോട്ടല്ല, അവർ തമ്മിൽ എന്തുണ്ടാക്കുന്നുണ്ട്? ഒരു ആംഗിൾ ഫോം ചെയ്യുന്നുണ്ട്. ആ ആംഗിളാണ് തീറ്റ. മക്കൾ, ആ തീറ്റയുടെ കോസാണ് ഇവിടെ എടുത്ത് വെച്ചല്ലേ വർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് കേട്ടാ. അപ്പൊ വർക്ക് ഈസ് ഈക്വൽ ടു എഫ് എസ് കോസ് തീറ്റ. ഓക്കെ, വർക്ക് ഈസ് ഈക്വൽ ടു എഫ് എസ് കോസ് തീറ്റ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളതാണ്. എഫ് എന്ന് പറയുമ്പോൾ ഫോഴ്സ്, എസ് എന്ന് പറയുമ്പോൾ ആ ബോഡിക്ക് ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ്, സ്ഥാനാന്തരണം എന്നൊക്കെ പറയും മലയാളത്തില്. തീറ്റ എന്ന് പറയുമ്പോൾ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും നമ്മൾ ഉണ്ടാക്കുന്ന ആംഗിളിന്റെ തീറ്റ, അതിന്റെ കോസ് എടുക്കുക. ഇതാണ് വർക്കിന്റെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇനി ഈ തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി, അതായത് മക്കളെ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും നമ്മൾ ഉണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ, ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും നമ്മൾ ഉണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് വിചാരിക്കുക. അപ്പൊ തീറ്റ എത്ര ഡിഗ്രി ആണെന്ന് വിചാരിക്കുക? 90 ഡിഗ്രി ആണെന്ന് വിചാരിക്കുക. അതായത് ഒരു ഉദാഹരണം പറഞ്ഞു തരുമ്പോ മക്കളെതാ ഇങ്ങനെ ഫോഴ്സ് കൊടുക്കുന്നു, ഇങ്ങനെ ബോഡി മൂവ് ചെയ്യുന്നു. അപ്പൊ ഫോഴ്സ് റൈറ്റ് സൈഡിലേക്ക് കൊടുക്കുന്നു, ബോഡി മുകളിലേക്ക് മൂവ് ചെയ്യുന്നു. അപ്പൊ നോക്കിയേ, ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർ വരെ പറയും ഇവർ തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രി. ഇത് 90 ഡിഗ്രി ആണെന്ന് തോന്നാത്ത പിള്ളേരുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്താ ഞങ്ങൾക്കൊന്നും അങ്ങനെ അറിയില്ല. ഇത് 90 ഡിഗ്രി അല്ലേ? അതെ. അപ്പൊ ഇങ്ങനെ നിൽക്കുന്നത് 90 ഡിഗ്രി പെർപെൻഡിക്കുലർ ആയിട്ട്. അപ്പൊ ഈ ഫോഴ്സ് നമ്മൾ ഒരു ബോഡിക്ക് ഇങ്ങനെ കൊടുക്കുന്നു, ഇങ്ങനെയാണ് ആ ബോഡി ഡിസ്പ്ലേസ് ചെയ്യുന്നത് വിചാരിക്കാം. അപ്പൊ അവർ തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്ര ഡിഗ്രി? 90 ഡിഗ്രി. അങ്ങനെ 90 ഡിഗ്രി വന്നു കഴിഞ്ഞാൽ വർക്കിന്റെ ഇക്വേഷൻ നോക്കിയാൽ മക്കളെ, വർക്ക് ഈസ് ഈക്വൽ ടു എഫ് എസ് കോസ് 90. വാട്ട് ഈസ് കോസ് 90? കോസ് 90 1 അല്ല, വെരി ഗുഡ്. തെറ്റാണ്, 0 കേട്ടാ. അപ്പൊ കോസ് 90 0 അടാ. ഓൺലൈനിലെ കുട്ടികൾ കോസ് 90 0 എന്ന് പറയുന്നുണ്ട്, ഓഫ്ലൈനിലുള്ള കുട്ടികൾ കോസ് 90 1 ആണെന്ന് പറയുന്നുണ്ട് കേട്ടോ മക്കളെ. അപ്പോ കുഴപ്പമില്ല, അതൊക്കെ ഉണ്ടായി വരും. അപ്പോ കോസ് 90 എത്രയാണ്? കോസ് 90 0 ആണ്. അപ്പൊ വർക്ക് എന്ത് വരും മക്കളെ? കോസ് 90 0 ആയി സ്ഥിതിക്ക് വർക്ക് എന്ത് വരും? ഒരാൾ 0 ആയി കഴിഞ്ഞാൽ എന്ത് വരും? വർക്ക് എന്ത് വരും? 0 വരും. അപ്പോ അവിടെ വർക്ക് ഉണ്ടോ? അവിടെ വർക്ക് ഉണ്ടോ? അവിടെ വർക്കില്ല. അപ്പൊ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും തമ്മിൽ എത്ര ഡിഗ്രി വരികയാണെങ്കിൽ? 90 ഡിഗ്രി വരികയാണെങ്കിൽ അവർ തമ്മിൽ എന്തില്ല? വർക്കില്ല. വർക്കില്ല. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? 0 വർക്ക് എന്ന് വിളിക്കുക. എന്തുകൊണ്ട് വർക്കില്ല? കോസ് 90 0 ആയതുകൊണ്ടാണ്. ഇപ്പൊ വർക്കിന്റെ ഇക്വേഷൻ ശ്രദ്ധിക്കുക, എഫ് എസ് കോസ് 90 ഡിഗ്രി വരുമ്പോ കോസ് 90 0. അപ്പൊ അവിടെ എന്തില്ല? വർക്കില്ല. അത്തരം സംഭവങ്ങളെ നമ്മൾ വിളിക്കുക 0 വർക്ക് എന്ന് വിളിക്കുക. അപ്പൊ 0 വർക്ക് എന്ന് പറയുമ്പോൾ വർക്ക് ഉണ്ടാവില്ല. ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രി കേട്ടോ. അല്ലെങ്കിൽ 270 വരാം. നമ്മൾ 90 ഡിഗ്രി പഠിച്ചാൽ മതി. കോസ് 270 0 തന്നെയാണ് പോട്ടെ. കോസ് 270 0 തന്നെയാണ്. ഇപ്പൊ നമുക്ക് 90 പഠിച്ചാൽ മതി. ഇപ്പൊ കോസ് 90 വന്നു കഴിഞ്ഞാൽ വർക്കില്ല. ഇനി ഇതിന് എക്സാമ്പിൾ വേണമല്ലോ. നമ്മള് ഫിസിക്സ് എക്സാമ്പിളിലൂടെ പഠിക്കുകയാണ് നല്ലത്. ബൈഹാർട്ട് പഠിക്കാൻ ആരെ കൊണ്ടും പറ്റും. ഞാൻ എല്ലാവരോടും കൂടി പറയാം, ബൈഹാർട്ട് ഫിസിക്സ് പഠിക്കാൻ ആരെ കൊണ്ടും പറ്റും.
അതുകൊണ്ട് നിങ്ങളുടെ ഫിസിക്സിനോടുള്ള താല്പര്യം പോയി കിട്ടും. ഇത്രയും വൃത്തികെട്ട സബ്ജക്ട് വേറെ ഇല്ലാന്ന് പറഞ്ഞു. ഫിസിക്സ് മനസ്സിലാക്കി പഠിക്കുന്നവർക്ക് എളുപ്പമുള്ള സബ്ജക്റ്റാണ്. അപ്പൊ നമ്മൾ ഒരു എക്സാമ്പിൾ വെച്ച് നോക്കാം. എല്ലാവർക്കും എക്സാമ്പിൾ പറയാം. ഈ പേന കണ്ടോ? ഈ പേന സാറിന്റെ കയ്യിലിരിക്കുന്നുണ്ട്, കണ്ടില്ലേ? കാണുന്നുണ്ട്. ഈ പേന സാറിന്റെ കയ്യിലിരിക്കുന്നുണ്ട്, കാണുന്നുണ്ടല്ലോ അല്ലെ? യെസ്, കാണുന്നുണ്ട്. ഈ പേനയുടെ വെയിറ്റ് ഉണ്ടല്ലോ, വെയിറ്റ് അതായത് ഭൂമി പിടിച്ച് വലിക്കുന്ന ഫോഴ്സ് ആണല്ലോ നമ്മൾ വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പേനയുടെ വെയിറ്റ് എവിടേക്കാ? എന്റെ കൈമേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. ഇല്ലടാ, ഇല്ലേ? പേനയോടെ സാർ ഇങ്ങനെ പിടിച്ചേക്കണേ, 2 കിലോയുടെ കട്ടിയാണെങ്കിൽ ഇങ്ങനെ പിടിച്ചേക്കോ? ഇല്ല. അപ്പോ ഇത് ഈ പേനയുടെ വെയിറ്റ് എവിടേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്? സാറിന്റെ കൈമേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? എന്ന് വെച്ചിട്ട് ഈ പേന താഴേക്ക് വീണ് പോകണ്ട, ഇല്ല. അങ്ങനെ വീണ് പോവാതിരിക്കാനുള്ള കാരണം എന്താ? എന്റെ കൈ എന്ത് ചെയ്യുന്നുണ്ടാവും? ഈ പേനയ്ക്ക് ഫോഴ്സ് കൊടുക്കണ്ട. എവിടേക്കാ കൊടുക്കണ്ടാവുക? മുകളിലേക്ക്. അപ്പൊ ഞാൻ അല്ലെങ്കിൽ എന്റെ കൈ ഈ പേനയ്ക്ക് കൊടുക്കുന്ന ഫോഴ്സ് എവിടേക്കാ? മുകളിലേക്കാ, അല്ലേ? അല്ലേ? അതെ, മുകളിലേക്കാണ്. അപ്പൊ ഫോഴ്സിന്റെ ഡയറക്ഷൻ നോക്കി വെച്ചോളൂ എല്ലാവരും. ഫോഴ്സ് എവിടേക്കാ? മുകളിലേക്കാ. എന്നിട്ട് സാറ് ഈ പേന ഇങ്ങനെ മൂവ് ചെയ്യും. നോക്കൂ, എങ്ങനെ മൂവ് ചെയ്യണം നോക്കി. സൈഡിലേക്ക്. ഹൊറിസോണ്ടൽ. ആരെ പറഞ്ഞത്? വെരി ഗുഡ്, വെരി ഗുഡ്. ഹൊറിസോണ്ടലായിട്ട് മൂവ് ചെയ്യും. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് എവിടേക്കാ? ഫോഴ്സ് മുകളിലേക്കാ. ഡിസ്പ്ലേസ്മെന്റ് പക്ഷെ എവിടേക്കാ? ഹൊറിസോണ്ടലാണ്. എത്ര ഡിഗ്രിയാ മക്കളെ? എത്ര ഡിഗ്രിയാണോ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ ഉണ്ടാക്കണ ആംഗിള്? ഓൺലൈനിലെ മക്കള് പറഞ്ഞേ പറയണ്ടെന്നുകൊണ്ട് വരും. 90 ഡിഗ്രിയാ. യെസ്, 90 ഡിഗ്രി. അപ്പോ ഇവിടെ ഫോഴ്സിന്റെ ഡയറക്ഷൻ മുകളിലേക്കും ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങനെ മൂവ് ചെയ്യിക്കുമ്പോ സൈഡിലേക്ക് വേണം. അപ്പൊ മക്കളെ നോക്കുക, ഡിസ്പ്ലേസ്മെന്റ് ഹൊറിസോണ്ടലാണ്, ഫോഴ്സ് മുകളിലേക്കാണ്. അപ്പൊ ആംഗിൾ 90 ഡിഗ്രിയാണ്. അപ്പൊ ഞാൻ ഈ പാനൽ എങ്ങനെ മൂവ് ചെയ്യുന്ന കാരണം കൊണ്ട് വർക്ക് ചെയ്യുന്നുണ്ടോ? ഞാൻ വർക്ക് ചെയ്യണ്ട? ഉണ്ട് അല്ലെ? കാരണം എന്താ? ഇവർ തമ്മിൽ ഉണ്ടാക്കണ ആംഗിള് 90 ഡിഗ്രി. കോസ് 90 എത്രയാ? 0. പിന്നെ വർക്ക് ഉണ്ടാ? നീ ഏതെങ്കിലും ഉറച്ചു നിൽക്കണ്ട. വർക്ക് ഉണ്ടോ മക്കളെ? ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാ? വർക്കില്ല. കാരണം എന്തോട്ടാ? തീറ്റ എത്ര ഡിഗ്രിയാ? 90 ഡിഗ്രി. കോസ് 90 എത്രയാ? 0. വർക്ക് എത്രയാ? 0. ഇത് എന്ത് വർക്കിന് ഉദാഹരണം? 0 വർക്കിന് എക്സാമ്പിളാ. അപ്പൊ നിങ്ങൾ ഒരു തലയിൽ ഒരു കല്ലെടുത്തിട്ട് ഇങ്ങനെ നടക്കുകയെന്ന് വിചാരിക്കും. അപ്പൊ ഞാൻ പാൻ എടുത്തു, നിങ്ങളൊരു തലയിൽ ഞാനൊരു കല്ല് കെട്ടി വെച്ചിട്ട് ഞാൻ നിങ്ങൾ ഇത് കൂടി നടക്കാന്ന് വിചാരിക്കാം. നിങ്ങൾ ചെയ്യുന്ന വർക്ക് എത്രയാണ്? 0. കാരണം കല്ല് നിങ്ങളുടെ തലയിലാണ്. കല്ല് നമ്മുടെ തലയിലുണ്ട്. ആ കല്ലിന്റെ വെയിറ്റ് എവിടേക്ക് ആക്ട് ചെയ്യുന്നുണ്ടാവും? അടിയിലേക്ക് ആക്ട് ചെയ്യുന്നുണ്ടാവും, അല്ലെ? കല്ലിന്റെ വെയിറ്റ് അടിയിലേക്ക് ആക്ട് ചെയ്യുന്നുണ്ടാവും. അപ്പൊ നമ്മുടെ തല എന്ത് ചെയ്യുന്നുണ്ടാവും? മുകളിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ടാവും. അപ്പൊ നമ്മുടെ തല കല്ലിന് കൊടുക്കുന്ന ഫോഴ്സ് എവിടേക്കായിരിക്കും? മുകളിലേക്കായിരിക്കും. എന്നിട്ട് നമ്മൾ എങ്ങനെ നീങ്ങണേ? ഹൊറിസോണ്ടലായിട്ടാണ് നീങ്ങണം. അപ്പോ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് മുകളിലേക്കാ, ഹൊറിസോണ്ടലായിട്ട് നീങ്ങണം. ആംഗിൾ എത്രയുടെ കൂട്ടാ? 90 ഡിഗ്രി. 90 ഡിഗ്രി വന്ന കോസ് 90 എത്രയാ? വർക്ക് എത്രയാ? 0. വർക്ക് 0. കിട്ടിയ? നമ്മളൊരു വീട് പണിയാം വിചാരിച്ചോ? നമ്മൾ ഭാവിയിൽ ഒരു വീട് പണിയാന്ന് വിചാരിക്കാം. അപ്പോ തറ കെട്ടുന്ന പരിപാടി ഉണ്ടല്ലോ, ഫൗണ്ടേഷൻ ഇടുന്ന പരിപാടികളാ. തറ ഒക്കെ പണിയല്ലോ വീട് പണിയുമ്പോ. അപ്പോ തറ കെട്ടണം. അപ്പൊ അതിനുവേണ്ടി കുറെ നമ്മുടെ കല്ലുകളൊക്കെ ഇറക്കിയിട്ടുണ്ട്. എന്നിട്ടൊരു പാണ്ടി തമിഴിനെ വിളിച്ചിട്ട്, ഒരു അണ്ണാച്ചിയെ വിളിച്ചിട്ട് നമ്മൾ കല്ലൊക്കെ എന്ത് ചെയ്യാണ്? കൊണ്ട് ഇടിയിപ്പിക്കാം. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ അണ്ണാച്ചിനെ വിളിച്ചിട്ട് കല്ലൊക്കെ ഇടിയിപ്പിച്ചിട്ട് വൈകുന്നേരം കൂലി കൊടുക്കുന്ന സമയത്ത് ആളെ വിളിച്ചിട്ട് നമ്മളിത് എങ്ങനെയൊക്കെ വരച്ചെടുക്കും. അണ്ണാച്ചിക്ക് പാരുമ്പോ ഇതാണ് അണ്ണാച്ചി. ഇതാണ് അണ്ണാച്ചി. ആളുടെ തലയ്ക്ക് മുകളിലുണ്ട്. ആളുടെ തലയ്ക്ക് മുകളിൽ ഒരു കല്ലുണ്ട്. അപ്പൊ കല്ലിന്റെ വെയിറ്റ് എവിടേക്ക് ആക്ട് ചെയ്യണേ? ആളുടെ തലയിലേക്ക്, അല്ലെ? കല്ലിന്റെ വെയിറ്റ് എവിടേക്ക് ആക്കണേ? ആളുടെ തലയിലേക്ക് ആക്ട് ചെയ്യും. അപ്പൊ അണ്ണാച്ചി തിരിച്ചെന്ത് കൊടുക്കുന്നുണ്ടാവും? കല്ലിനെ ഫോഴ്സ് കൊടുക്കുന്നുണ്ടാവും. എവിടേക്ക് കൊടുക്കുന്നുണ്ടാവും? മുകളിലേക്ക്. അപ്പൊ അണ്ണാച്ചി കൊടുക്കുന്ന ഫോഴ്സ് മുകളിലേക്കാ, ശരിയല്ലേ? അണ്ണാച്ചി കൊടുക്കുന്ന ഫോഴ്സ് മുകളിലേക്കാ. എന്നിട്ട് അണ്ണാച്ചി എന്താ ചെയ്യണേ? ഈ കല്ലെടുത്തിട്ട് നടക്കണം ചെയ്യണേ. നടക്കുമ്പോ കല്ല് എവിടേക്കാ മൂവ് ചെയ്യണേ? ഹൊറിസോണ്ടലായിട്ടാ മൂവ് ചെയ്യണേ. എത്ര ഡിഗ്രിയാ? 90 ഡിഗ്രി. തീറ്റ ഇക്കൊണ്ട് എത്ര ഡിഗ്രിയാ മക്കളെ? 90 ഡിഗ്രി. 90 ഡിഗ്രി വരുമ്പോ വർക്ക് ഉണ്ടോ? ഇല്ല. അപ്പൊ അവിടെ പറയണ സാർ എന്ത് ചെയ്തിട്ടില്ല? സാറല്ല, താൻ എന്ത് ചെയ്തിട്ടില്ല? വർക്ക് ചെയ്തിട്ടില്ല. കാശ് ഞാൻ തരില്ല എന്ന് പറഞ്ഞു നോക്ക്. അതെ, നല്ല പൊത്ത് കിട്ടുന്നതാണ് ഇവിടെ പറയുന്നത്. കാശ് എല്ലാം പറയാൻ പറ്റുമോ? ഇല്ല. ഇപ്പൊ ബയോളജിയിൽ നമ്മൾ ചെയ്യുന്ന വർക്കല്ല ഫിസിക്സിലെ വർക്ക്, കേട്ടോ. ബയോളജിയിൽ നമ്മൾ ചെയ്യുന്ന വർക്കല്ല. അയാൾ ബയോളജിക്കലി വർക്ക് ചെയ്തിട്ടുണ്ട്. അയാൾ രാവിലെ തൊട്ട് വേദന വരെ കല്ല് ചുമക്കുകയാണ് ചെയ്യണേ. കുറച്ച് ഞാൻ വൈകേണ്ടിയാവും. അയാൾ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഫിസിക്സ് പരമായിട്ട് നോക്കുമ്പോൾ അയാൾ ചെയ്തിട്ടില്ല, ഒരു വർക്ക് ചെയ്തിട്ടില്ല. റെയിൽവേ സ്റ്റേഷന്റെ പോർട്ടർ, നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലെ പോർട്ടർ, അതായത് മറ്റേ ബാഗേജ് ഒക്കെ താക്കി നടക്കുന്ന ആള് വർക്ക് ചെയ്തിട്ടുണ്ടാവും.
ഇല്ല. ഒരു കൂലിപ്പണിക്കാരൻ വർക്ക് ചെയ്യണ്ട ഈ സാധനം വാങ്ങി നടക്കുമ്പോ? ഇല്ല. എന്തിനാ നിങ്ങളുടെ വീട്ടിൽ അച്ഛനമ്മയും വർക്ക് ചെയ്യുന്നുണ്ടോ? ഇപ്പൊ അമ്മയോട് ഇന്ന് വീട്ടിൽ പോയിട്ട് പറയാ, അമ്മ എന്താ ചെയ്യണേ? അടുക്കളയിൽ പോയിട്ട് ഒരു പാത്രം വെറുതെ നിർവഹിച്ചു, അവിടെ ഒരു പാത്രത്തിൽ ഇവിടുന്ന് ഇങ്ങനെ നിർവഹിച്ചു. ഈ ഇങ്ങനെ വെക്കുന്ന സമയത്ത് വർക്ക് ഉണ്ടോ ഫിസിക്സ് പരമായിട്ട്? ഇല്ല. നീ ഒന്ന് പറഞ്ഞു നോക്കി. ഒരു പാത്രം എടുത്ത് അമ്മ ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടു നടക്കുമ്പോ വല്ല വർക്ക് ചെയ്യട്ടെ അമ്മ? നിങ്ങൾക്കൊരു പണി ചെയ്തുകൂടെ? അല്ലെങ്കിൽ അച്ഛനോട് ചോദിക്കാം, അച്ഛൻ ഒരു പാത്രത്തിൽ ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടു നടക്കുമ്പോ നിങ്ങൾ വല്ല വർക്ക് ചെയ്യണ്ട, നിങ്ങൾക്കൊരു പണി ചെയ്തൂടെ? ഞാനൊക്കെ വളർന്നു വരുന്നല്ലേ എന്ന് പറഞ്ഞു നോക്കി. എന്താ സംഭവിക്കും? പാത്രം തലയിലിരിക്കും. പാത്രം തലയിലിരിക്കും. ശരിയാണ്, പാത്രം തലയിലിരിക്കും. അപ്പൊ അതാണ് വർക്ക് കേട്ടാ. ഏത് വർക്ക്? സീറോ വർക്ക്. അപ്പൊ സീറോ വർക്ക് ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? നമ്മളെ കോസ്റ്റ് 90 ആണ്. ആംഗിൾ 90 ആണ്. ആര് നമ്മൾ ഉണ്ടാക്കുന്ന ആംഗിൾ? ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ ഉണ്ടാക്കുന്ന ആംഗിൾ 90 ആണ് കേട്ടാ. കേൾക്കാത്തവർക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും കേട്ടാ. അങ്ങനെ ബുദ്ധിമുട്ടുള്ള ഒരു പേടിക്കൊന്നും വേണ്ട, തൊട്ടപ്പുറത്തേക്ക് നോക്കിയാൽ മതി. എനിക്ക് ബുദ്ധിമുട്ടാണെന്ന് നോക്കുമ്പോ ഞാൻ ആദ്യം തന്നെ എന്ത് ചെയ്യാ, നിങ്ങൾ തൊട്ടപ്പുറത്തുള്ള ആൾ നോക്ക്, അവന് ഏകദേശം ഇതന്നെ മുഖഭാവം വരിക. അപ്പോ നമുക്കൊരു കോൺഫിഡൻസ് വരും. എന്ത് കോൺഫിഡൻസ് വരും? എല്ലാവരും ഏകദേശം ഒരേ റേഞ്ച് ആണ് എന്നുള്ളൊരു തോന്നൽ വരും. അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അപ്പൊ ബുദ്ധിമുട്ടുണ്ടോ? സീറോ വർക്ക് അവസാനിപ്പിക്കട്ടെ മക്കളെ, സീറോ വർക്ക് അവസാനിപ്പിക്കട്ടെ. അപ്പൊ എഴുതുക. എന്താ എഴുതണ്ടേ? സീറോ വർക്ക് എഴുതി വെക്കുക. നെക്സ്റ്റ്. അപ്പോ നമ്മൾ ടൈപ്സ് ഓഫ് വർക്ക് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് കൈനറ്റിക് എനർജി നോക്കാം. അടുത്തത് കൈനറ്റിക് എനർജി. യെസ്, എഴുതിയ എളുപ്പാട്ടോ. എന്താ കൈനറ്റിക് എനർജി? കേട്ടിട്ടുണ്ടോ? എനർജി. എന്താണ് കൈനറ്റിക് എനർജി? ഇറ്റ് ഈസ് എനർജി പോസസ്ഡ് ബൈ an object due to by virtue of its motion. അർത്ഥം മനസ്സിലായില്ല? ഇംഗ്ലീഷ് പറയുമ്പോൾ അർത്ഥം മനസ്സിലാവുന്നില്ല. അതായത് ഒരു ബോഡിക്ക് പറഞ്ഞോ, ഒരു ബോഡിക്ക് അറിയില്ല, ഒരു ബോഡിക്ക് മൂവ് ചെയ്യുന്ന കാരണം കൊണ്ടുണ്ടാവുന്ന എനർജിയാണ് കൈനറ്റിക് എനർജി. മൂവ് ചെയ്യുന്ന ബോഡിക്ക് ഉണ്ടാവുന്ന എനർജി. എക്സാമ്പിൾ ഉണ്ട്. അപ്പൊ വെറുതെ ഇരിക്കുന്ന ബോഡിയല്ല, മൂവ് ചെയ്യുന്ന ഒരു ബോഡിക്ക് ഉണ്ടാവുന്ന എനർജി. ഇപ്പൊ നമ്മൾ നോക്കി നോക്കിയേ, ഒരു ബസ് വെറുതെ നിൽക്കുക, ശ്രദ്ധിച്ചോ? ഒരു ബസ് വെറുതെ അവിടെ കിടത്തിക്കുക. ആ ബസ്സിന് എനർജി ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ? ഉണ്ടാവില്ല. വെറുതെ നിൽക്കുന്ന ബസ്സിന് എനർജി ഉണ്ടോ? ഇല്ല. അവിടെ നിന്നൂടെ. അതേസമയം അത് ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സാണെങ്കിലോ, മൂവ് ചെയ്തൊഴിക്കുന്ന ബസ്സിന് എനർജി ഉണ്ടോ? ആലോചിച്ച് നോക്കി. മൂവ് ചെയ്യുന്ന ബസ്സിന് എനർജി ഉണ്ട് അല്ലെ? ഉണ്ടോ പറയാൻ നമ്മൾ ആദ്യം ചെയ്താൽ മതി. അതിന്റെ മുമ്പിൽ പോയി നിന്നാൽ മതി. അതിന്റെ മുമ്പിൽ പോയി നിൽക്കുമ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? ബസ് എന്തെങ്കിലും തരുമോ? എന്താ തന്നെ? എന്തോ തരുന്നുണ്ട്. അത് വെറുതെ ഇരിക്കുന്ന ബസ്സിന്റെ മുമ്പിൽ പോയാൽ കിട്ടുന്നുണ്ടോ? ഇല്ലല്ലോ. ഇല്ല. ബസ് തന്നെയല്ലേ. മൂവ് ചെയ്യുമ്പോ വേറെ വല്ല വസ്തുവായിട്ട് മാറണ്ട. ഇല്ല. വെറുതെ ഇരിക്കുന്ന ഒരു ബസ്സിന് ഒന്നും ചെയ്യാനുള്ള കഴിവില്ല. പക്ഷെ അതേസമയം മൂവ് ചെയ്യുന്ന ബസ്സിന് എന്തോ ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പൊ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡിക്ക് ഉണ്ടാകുന്ന എനർജിയാണ് കൈനറ്റിക് എനർജി. ഈ എനർജി എന്ന് പറയുമ്പോ എന്താ? അത് നമ്മൾ അത് പറഞ്ഞല്ലോ. എനർജി എന്ന് പറയുമ്പോ എന്താ? കപ്പാസിറ്റി ടു ഡു എ വർക്ക്. ഒരു വർക്ക് ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ വിളിക്കുക എനർജി എന്ന് വിളിക്കുക. ഒരു വർക്ക് ചെയ്യാനുള്ള കഴിവാണ് നമ്മുടെ എനർജി കേട്ടാ. ഇപ്പൊ എനിക്ക് എനർജി ഇല്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? വർക്ക് ചെയ്യാൻ പറ്റും. എനിക്ക് എനർജി ഇല്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? വർക്ക് ചെയ്യാൻ പറ്റില്ല. എനർജി ഉള്ളതിനെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് വർക്ക് ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ എനർജി എന്ന് വിളിക്കുക. എനർജി മെയിൻ ആയിട്ട് രണ്ടായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു? ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഫസ്റ്റ് വൺ കൈനറ്റിക് എനർജി, പിന്നെ പൊട്ടൻഷ്യൽ എനർജി. കേട്ടിട്ടുണ്ടാവില്ല, ഇപ്പൊ കേൾക്കാം. അപ്പൊ ആദ്യം നമുക്ക് കൈനറ്റിക് എനർജി പറയാം. അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞത് കൈനറ്റിക് എനർജിയാണ്. എന്താ? ഒരു ബോഡിക്ക് മൂവ് ചെയ്യുന്ന കാരണം കൊണ്ടുണ്ടാകുന്ന എനർജി. സിമ്പിൾ സാധനം. ഇപ്പോ എന്റെ കയ്യിൽ ഒരു ബുള്ളറ്റ് ഉണ്ട്. ഓടിക്കുന്ന ബുള്ളറ്റ് അല്ല, വെടിയുണ്ട. ഒരു ബുള്ളറ്റ് ഉണ്ട്. ആ ബുള്ളറ്റ് വെറുതെ ഇരിക്കുമ്പോ അതിന് വല്ലതും ചെയ്യാൻ പറ്റൂടാ? ഇല്ല. അതേ ബുള്ളറ്റിനെ, വെറുതെ ഇരിക്കുന്ന ബുള്ളറ്റിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതേ ബുള്ളറ്റിനെ ഞാൻ എന്ത് ചെയ്യാം? നമ്മുടെ തോക്കിനുള്ളിലിട്ട് നിങ്ങളുടെ നേരേക്ക് വെടിവെച്ചെന്ന് സംഭവിക്കും. ചത്തുപോകും അല്ലെ? എന്തുകൊണ്ടാ? ഈ മൂവ് ചെയ്യുന്ന ബുള്ളറ്റിന് എന്തോ പ്രത്യേകത ഉണ്ട്. എന്ത് പ്രത്യേകതകളെ? അവന് എനർജി ഉണ്ട്. ഏത് എനർജി ഉണ്ട്? കൈനറ്റിക് എനർജി. ഒരു കല്ല് ഇതിന് വല്ലതും റോൾ ഉണ്ടാ?
ഇതിന് വല്ല പ്രോബ്ലം ഉണ്ടോ? മക്കളെ ഇത് വെറുതെ ഇരിക്കുകയാണ്, ഇവിടെ വല്ല എനർജി ഉണ്ടാ? ആലോചിച്ച് നോക്കാം. വെറുതെ ഇരിക്കുന്നത് എനർജി ഉണ്ടാ? ഇല്ല, യാതൊരു എനർജി ഇല്ല. ഇത് സാർ എറിഞ്ഞാലോ? ഇതെറിഞ്ഞാലോ? ഇതെറിയുമ്പോ ഇതിനെന്തുണ്ട്? ഒരു വെലോസിറ്റി കിട്ടും. വെലോസിറ്റി കിട്ടുമ്പോൾ എന്ത് സംഭവിക്കും മക്കളെ? ഇതിന് എനർജി വരും. ശരിയല്ലേ? ശരിയല്ലേ? യെസ്. അപ്പൊ വെറുതെ ഇരിക്കുന്ന ഒരു ബോഡിക്ക് എന്തില്ല? എനർജി ഇല്ല. പക്ഷെ അതേസമയം ആ ബോഡി മൂവിങ്ങിനാണെങ്കിൽ എന്തുണ്ട്? എനർജി ഉണ്ട്. അപ്പൊ അതാണ് നമ്മൾ എഴുതി വെക്കേണ്ടത്. കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ എനർജി പോസസ്ഡ് ബൈ. ആദ്യം എനർജി എഴുതിക്കോ മക്കൾ. ആദ്യം എനർജി എഴുതും. എനർജി എന്നാണ് എഴുതും. ഇറ്റ് ഈസ് എ കപ്പാസിറ്റി ടു ഡു എ വർക്ക്. എനർജി എഴുതാം. ഇറ്റ് ഈസ് എ കപ്പാസിറ്റി ടു ഡു എ വർക്ക്. ഒരു വർക്ക് ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ എന്ത് വിളിക്കണേ? എനർജി എന്ന് പറഞ്ഞ് വിളിക്കണം. ഒരു വർക്ക് ചെയ്യാനുള്ള കഴിവിനെ നമ്മൾ എന്ത് വിളിക്കണം മക്കളെ? എനർജി എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. സംശയമില്ലല്ലോ? യെസ്. എനർജി നമുക്ക് മെയിൻ ആയിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജി. അപ്പൊ എനർജി നമുക്ക് മെയിൻ ആയിട്ട് രണ്ടായി ക്ലാസിഫൈ ചെയ്യാം. കൈനറ്റിക് ആൻഡ് പൊട്ടൻഷ്യൽ. രണ്ട് എനർജികളായിട്ട് ക്ലാസിഫൈ ചെയ്തു, കൈനറ്റിക്കും പൊട്ടൻഷ്യലും. ഇനി എന്താണ് കൈനറ്റിക് എനർജി? എന്താണ് കൈനറ്റിക് എനർജി? അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. എന്താണ് കൈനറ്റിക് എനർജി? ഇറ്റ് ഈസ് എനർജി പോസസ്ഡ് ബൈ. Kinetic energy. It is energy possessed by. It is energy possessed by a body by virtue of its motion. English കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടോ? By virtue of its motion. ഈ virtue എന്നൊക്കെ വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ വരും. അന്ന് സീനില്ലാടാ. By virtue of its motion. അതാണ് kinetic energy. So it is an energy possessed by a body by virtue of its motion. ഒരു ബോഡിക്ക് അതിന്റെ മോഷൻ കൊണ്ടുണ്ടാകുന്ന എനർജി. എക്സാമ്പിൾ എഴുതി വെക്കുക. മൂവിംഗ് ബസ്, മൂവിംഗ് ബുള്ളറ്റ്, ഇതൊക്കെയാണ് എക്സാമ്പിൾ. സോ കൈനറ്റിക് എനർജി ഈക്വൽസ് ഹാഫ് എൻ വി സ്ക്വയർ. ഇതാണ് അതിന്റെ ഇക്വേഷൻ. കൈനറ്റിക് എനർജി ഈക്വൽസ് ഹാഫ് എൻ വി സ്ക്വയർ. എഴുതിയില്ലേ? എം എന്ന് പറയുമ്പോൾ എന്താ? എം എന്ന് പറയുമ്പോൾ മാസ്, ഒരു ഒബ്ജക്റ്റിന്റെ മാസ്. ഈ എന്ന് പറയുന്നത് എന്താ? അത് മൂവ് ചെയ്യുന്ന വെലോസിറ്റി. കേട്ടോ? ഹാഫ് എൻ വി സ്ക്വയർ. നല്ലതാണ്, വളരെ നല്ലതാണ്. ഹാഫ് എൻ വി സ്ക്വയർ. അപ്പൊ ഒരു ബോഡിക്ക് അതിന്റെ മോഷൻ കൊണ്ടുണ്ടാകുന്ന എനർജിയാണ് എന്ത് എനർജി? കൈനറ്റിക് എനർജി. അതിന് സംശയം വേണ്ട കേട്ടോ. അതിന്റെ ഇക്വേഷൻ ആണ് എന്ത്? ഹാഫ് ഇൻറ്റു എം വി സ്ക്വയർ. ഓക്കെ. എം എന്ന് പറയുമ്പോൾ എന്താ? മാസ്. വി എന്ന് പറയുമ്പോൾ എന്താ? അതിന്റെ വെലോസിറ്റി. ഇനി ഇതിനെക്കുറിച്ച് നന്നായിട്ട് അറിയണമെന്ന് ആഗ്രഹമുള്ള കുട്ടികൾ കേട്ടോ. നിങ്ങൾക്കാണോന്ന് എനിക്കറിയില്ല. നിങ്ങൾ അതിന് അത്രമാത്രം ആഗ്രഹത്തോടുകൂടി വന്നിരിക്കണമെന്നൊന്നും എനിക്കറിയില്ല. നിങ്ങൾ ആദ്യമായിട്ടല്ലേ കാണണേ. നന്നായിട്ട് അറിയണമെന്ന് ആഗ്രഹമുള്ള കുട്ടികളോട് നമ്മളിത് പറഞ്ഞു കൊടുക്കും. കൈനറ്റിക് എനർജി ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എം ഇൻറ്റു വി ഡോട്ട് വി. ഡോട്ട് പ്രൊഡക്റ്റ് പഠിച്ചിട്ടില്ലേ? ഡോട്ട് പ്രൊഡക്റ്റ് പഠിച്ചിട്ടില്ല? പഠിക്കണ്ട കേട്ടാ, കുഴപ്പമില്ല. ഹാഫ് എം ഇൻറ്റു വി ഡോട്ട് വി. V dot to V. V dot V. ഡോട്ട് പ്രൊജക്റ്റ് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലേ? എ ഡോട്ട് എ എന്തായിരുന്നു നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു? എ സ്ക്വയർ. എ ഡോട്ട് എ സ്ക്വയർ ആയിരുന്നു. അപ്പൊ വി സ്ക്വയർ എന്ന് പറയുന്ന സാധനം എന്താ എഴുതി? വി ഡോട്ട് വി. വി ഡോട്ട് വി എന്താ? വി സ്ക്വയർ. കേട്ടിട്ടില്ല? ആരെ കേൾക്കാത്തത്? അപ്പോ മക്കളെ എ ഡോട്ട് എ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് എ സ്ക്വയർ. എ ഡോട്ട് എ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് എ സ്ക്വയർ. അപ്പൊ വി ഡോട്ട് വി എന്ന് പറയുമ്പോൾ മക്കളെ വി സ്ക്വയർ ആണ് കേട്ടോ. അപ്പൊ വി സ്ക്വയറിന് പകരം സാറ് വി ഡോട്ട് വി ഡോട്ട് പുറത്ത് കേട്ടോ. അപ്പോ ഇത് അതിന്റെ വെക്ടർ ഫോം ആണ്. ഹാഫ് എം ഇൻറ്റു വി ഡോട്ട് വി. ഇത് കംപ്ലീറ്റ് ആയിട്ട് അറിയണമെന്ന് ആഗ്രഹമുള്ളവർ മാത്രം മതി കേട്ടോ. ഉടായ്പ വെച്ച് പഠിച്ച് പരീക്ഷയ്ക്ക് എന്തെങ്കിലുമൊക്കെ മാർക്ക് വേണം എന്ന് ആഗ്രഹമുള്ളവർ ഇതൊന്നും കേൾക്കണ്ട കേട്ടാ. രണ്ട് രീതിയിൽ ഫിസിക്സ് പഠിക്കാം. മാർക്കിന് വേണ്ടി പഠിക്കാം, ഇഷ്ടപ്പെട്ട് പഠിക്കാം. എന്റെ രീതി ഇഷ്ടപ്പെട്ട് പഠിക്കലാണ്. അത് കാരണം ഞാനിതൊക്കെ പറഞ്ഞുതരും. നിങ്ങൾക്ക് ആവശ്യമുള്ളവർ എടുത്താൽ മതി. നിങ്ങൾക്ക് മാർക്ക് മതി, അപ്പൊ ഇത് പഠിക്കണ്ട കേട്ടാ. ഇതാണ് അതിന്റെ ഹാഫ് എം ഇൻറ്റു വി ഡോട്ട് ബി ആണ് മക്കളെ. വി സ്ക്വയറിന് പകരം വെക്ടോറിയൽ എഴുതുമ്പോൾ വി ഡോട്ട് ബി ആണ്. ഇനി ഡോട്ട് ഇട്ട കാരണം കൊണ്ട് തന്നെ മക്കളെ കൈനറ്റിക് എനർജി സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. കൈനറ്റിക് എനർജി സ്കേലാറാണ്. എഴുതി വെക്കാം. കൈനറ്റിക് എനർജി സ്കേലാറാണ്. സ്കേലാർ എന്ന് പറയുമ്പോൾ എന്തില്ല? സ്കേലാർ എന്ന് പറയുമ്പോൾ എന്തില്ല മക്കളെ? പറടാ. സ്കേലാർ എന്ന് പറയുമ്പോൾ ഡയറക്ഷൻ ഇല്ല. ഡയറക്ഷൻ ഇല്ലാത്തവരെ നമ്മൾ എന്ത് വിളിക്കുക? സ്കേലാർ എന്ന് വിളിക്കുക. അപ്പൊ ചില ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് ഡയറക്ഷൻ വേണം? വേണ്ട. ചില ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് ഡയറക്ഷൻ വേണം? വേണ്ട. ഡയറക്ഷൻ ആവശ്യമില്ലാത്തവരെ നമ്മൾ എന്ത് വിളിക്കുക? സ്കേലാർ എന്ന് വിളിക്കുക. ഡെമോ മക്കളെ സമയത്ത് വാച്ചിണ്ടാവും. ഒന്നും നോക്കില്ല, ഒന്നും അരച്ചു പറഞ്ഞു കൊടുത്തേ.
4 അല്ലെ? ഞാൻ സമയം ചോദിച്ചില്ലേ? അപ്പൊ എന്താ പറഞ്ഞ 4 ഡയറക്ഷൻ പറഞ്ഞ വടക്കോട്ട് തെക്കോട്ട് അങ്ങനെ വല്ലതും പറഞ്ഞ ഇല്ല. 4 വടക്കോട്ട് എന്ന് പറയൂടാ. ഒരു ഫുട്ബോൾ കളി 90 മിനിറ്റ് വടക്കോട്ടാണ് അത് പറയൂ ഇല്ല. അപ്പൊ സമയം പറയുമ്പോ നമുക്ക് എന്ത് പറയണ്ട? ഡയറക്ഷൻ വേണ്ട. അതേപോലെ തന്നെയാണ് എനർജി പറയുമ്പോൾ എന്ത് വേണ്ട? ഡയറക്ഷൻ വേണ്ട. അപ്പൊ കൈനറ്റിക് എനർജിക്ക് ഡയറക്ഷൻ വേണ്ട, സ്കേലാർ മതി, ആ നമ്പർ മാത്രം വന്നാൽ മതി. സോ ഇറ്റ് ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. അപ്പൊ കൈനറ്റിക് എനർജി മക്കളെ എന്താണ്? സ്കേലാർ. ഇറ്റ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. വെരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അറിഞ്ഞ് ആഗ്രഹിച്ചു പഠിക്കുന്നവരൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവമാണ്. കൈനറ്റിക് എനർജി ഈസ് ഓൾവേസ് പോസിറ്റീവ്. കൈനറ്റിക് എനർജി എപ്പോഴും പോസിറ്റീവ് നമ്പർ ആയിരിക്കും, നെഗറ്റീവ് നമ്പർ വരില്ല. -5 ജൂൾ കൈനറ്റിക് എനർജി ഒറ്റ ടീം ഒന്നിക്കിട്ട് കൊടുത്താൽ മതി. അവൻ -5 പറയുന്നത് പൊട്ടൻ. കൈനറ്റിക് എനർജി എപ്പോഴും എന്ത് പറയുള്ളൂ? പോസിറ്റീവ് പറയുള്ളൂ. പൊട്ടൻഷ്യൽ എനർജി അങ്ങനെയല്ല. അത് നമ്മുടെ നമ്മൾ ഇത് എടുത്ത് പറയുന്നത്. പൊട്ടൻഷ്യൽ എനർജി ഇന്ന് നമ്മൾ അടുത്ത് പഠിപ്പിക്കാൻ പോകുന്ന എനർജി നെഗറ്റീവ് വരും. അത് വിട്. കൈനറ്റിക് എനർജി എന്തല്ല നെഗറ്റീവ് വരില്ല, എപ്പോഴും എന്ത് മാത്രമേ ഉള്ളൂ? പോസിറ്റീവ്. +5 +10 അതേപോലെ പോസിറ്റീവ് വാല്യൂസ് മാത്രമേ വരുള്ളൂ. അപ്പൊ പോസിറ്റീവ് ആണ് മക്കളെ. യൂണിറ്റ് ജൂളാണ്. അറിയാത്തവരില്ലല്ലോ? അറിയാത്തവരുണ്ട്. യെസ്, യൂണിറ്റ് ജൂളാണ്. അപ്പൊ കൈനറ്റിക് എനർജിയുടെ യൂണിറ്റ്, വർക്കിന്റെ യൂണിറ്റ് എന്താ? വർക്കിന്റെ യൂണിറ്റ് ജൂളാ കേട്ടാ. കൈനറ്റിക് എനർജിയുടെ യൂണിറ്റ് തന്നെയാണ് ജൂൾ തന്നെയാണ്. ഇപ്പൊ വർക്കും കൈനറ്റിക് എനർജിയും ഒരേ യൂണിറ്റുള്ള ഒരമ്മ പെറ്റ 2 മക്കളെന്നാണ് നമ്മള് ഫിസിക്സുകാർ വർക്കിനും എനർജിനും പറയാം. ഒരമ്മ പെറ്റ 2 മക്കളാണ്. വർക്ക് തന്നെയാണ് എനർജി, എനർജി തന്നെയാണ് വർക്ക്. അപ്പൊ വർക്കിന്റെ യൂണിറ്റ് ജൂളാണെങ്കിൽ എനർജിയുടെ യൂണിറ്റ് തന്നെയാണ് ജൂൾ തന്നെയാണ് കേട്ടോ. അപ്പൊ ജൂളാണ്, സ്കേലാർ ആണ്. കൈനറ്റിക് എനർജി എപ്പോഴും എന്താണ്? പോസിറ്റീവ് ആണ്, നെഗറ്റീവ് വരില്ല. ഹാഫ് ഇൻ v സ്ക്വയർ ആണ് ഇക്വേഷൻ. ഹാഫ് ഇൻടു v.v ആണ് അതിന്റെ വെക്ടർ ഫോം. വെക്ടർ എന്നൊക്കെ കേൾക്കുമ്പോൾ ചിലർക്ക് പേടി വരും കേട്ടാ. പേടിച്ചിട്ട് കാര്യമില്ല, അങ്ങനെ സാധനമുണ്ട്. വെക്ടർ ഫോം എന്ന് പറയും. ഹാഫ് ഇൻടു m ഇൻടു v.v മാസ് ഇൻടു വെലോസിറ്റി സ്ക്വയർ. ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ, ഇല്ല. അപ്പോ എനർജി പൊസസ്ഡ് ബൈ എ ബോഡി ബൈ വെർച്യൂ ഓഫ് ഇറ്റ്സ് മോഷൻ, അതാണ് എന്ത് മക്കളെ? കൈനറ്റിക് എനർജി. അതായത് ഒരു ബോഡിക്ക് മോഷൻ കൊണ്ടുണ്ടാകുന്ന എനർജിയാണ് കൈനറ്റിക് എനർജി. വെറുതെ നിൽക്കുന്ന കല്ലും എറിയുന്ന കല്ലും വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക. ആ വ്യത്യാസമാണ് എനർജി. വെറുതെ നിൽക്കുന്ന ബസ്സും ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സും വ്യത്യാസമുണ്ട്, അതാണ് എനർജി കേട്ടോ. യെസ്, നോട്ട് ചെയ്തല്ലേ? ഇനി അതിഭീകരമായിട്ടുള്ള ഒരു ഇക്വേഷൻ പറഞ്ഞുതരാൻ പോണേ, ശ്രദ്ധിച്ചിരിക്കുക. വളരെ ഭീകരമായിട്ടുള്ള ഇക്വേഷനാണ് നമ്മൾ ഇനി അടുത്ത് പറയാൻ പോണേ, ശ്രദ്ധിക്കണം കേട്ടോ. എളുപ്പമാണ്. ഫിസിക്സ് ബേസിക്കലി വളരെ സിമ്പിൾ ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. ആൾക്കാര് ഇതിനെന്തോ ഭീകര മുഖം കൊടുക്കുക. അത് ആൾക്കാരെന്ന് പറയുമ്പോൾ നമ്മുടെ ടീച്ചർമാർ അതന്നെ. നമ്മുടെ മെയിൻ ആയിട്ടുള്ള എല്ലാ ടീച്ചർമാർക്കും ഫിസിക്സ് ഒരു ഭീകര മുഖം കൊടുത്ത് പഠിക്കുന്ന സംഭവമുണ്ട്. അതുപോലെ സ്റ്റുഡൻസും അതെ, ഫിസിക്സ് എന്തോ ഭീകരമാണെന്ന് പറയും. നോക്കൂ, സിമ്പിൾ സാധനം പറയാം. മക്കളെ നോക്കിടാ. കൈനറ്റിക് എനർജി ഈക്വൽ ടു സാറ് ഹാഫ് എൻ v സ്ക്വയർ എഴുതി. നമ്മൾ എഴുതിയിട്ടുള്ള ഇക്വേഷനാണ് അല്ലെ? കൈനറ്റിക് എനർജി ഈക്വൽ ടു ഹാഫ് എൻ v സ്ക്വയർ അല്ല? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് എൻ v സ്ക്വയർ. യെസ് മക്കളുടെ മുകളിലും താഴെയും സാറ് മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ചെയ്യുന്നു. മുകളിലും താഴെയും സാറ് ചെയ്യുന്നു, വാല്യൂ മാറും. ഈ മുകളിലും താഴെയും ചെയ്യുമ്പോൾ വാല്യൂ മാറും ഇല്ല? അതല്ല മാറില്ല, നമുക്കല്ലോ പറയാം. അപ്പൊ മാസ് മുകളിലും മാസ് താഴെ കൊണ്ട് ഇൻഡ്യൂസ് ചെയ്യും. അപ്പൊ വാല്യൂ എന്ത് ചെയ്യില്ല മക്കളെ? മാറില്ല. സോ ഹാഫ് എം v സ്ക്വയർ ഇൻറ്റു m ഇൻറ്റു m. മക്കളെ ഇത് എഴുതുമ്പോൾ എന്ത് എഴുതാം? കൈനറ്റിക് എനർജി ഈക്വൽ ടു ഹാഫ് ഇൻറ്റു m ഇൻറ്റു m, m സ്ക്വയർ, m ഇൻറ്റു m സ്ക്വയർ v സ്ക്വയർ ബൈ m. എഴുതിക്കൂടെ? അപ്പോ ഹാഫ് എം v സ്ക്വയർ നമ്മൾ എഴുതി, മുകളിലും താഴെ നമ്മൾ മാസം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഹാഫ് ഇൻറ്റു m ഇൻറ്റു m, m സ്ക്വയർ v സ്ക്വയർ ബൈ m. എഴുതിക്കൂടെ? അപ്പൊ കൈനറ്റിക് എനർജി ഈക്വൽ ടു ഹാഫ് ഇൻറ്റു m സ്ക്വയർ v സ്ക്വയർ ബൈ m. എഴുതിക്കൂടെ മക്കളെ? ശരിയാണ്. ഇനി കൈനറ്റിക് എനർജി ഈക്വൽ ടു ഹാഫ് ഇൻറ്റു m സ്ക്വയർ v സ്ക്വയറിന് mv ദ ഹോൾ സ്ക്വയർ ബൈ m. ഓരോരോ സ്റ്റെപ്പ്. അതായത് ബേസിക് മാത്തമാറ്റിക്സ് പഠിച്ചവർക്ക് വരെ മനസ്സിലാവുന്ന സ്റ്റെപ്പുകൾ എഴുതണം. ഇതിൽ നിങ്ങൾ ഫിസിക്സിനെ കുറ്റം പറയരുത്. അയ്യോ ഇത് എനിക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് മാത്സ് അറിയില്ല. മുകളിലും താഴെയും ഒരേ സാധനം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത വാല്യൂ മാറില്ല. പുതിയത് ഏതൊന്നുമല്ല, പഴയ സാധനം. ജനിച്ച കുട്ടികളോട് ചോദിച്ചാൽ അവർ പറയുവര് ഹാഫ് എം ഇൻറ്റു ഹാഫ് എം v സ്ക്വയർ എം മൾട്ടിപ്ലൈ ചെയ്തു. ഇനി m ഇൻറ്റു m സ്ക്വയർ v സ്ക്വയർ ബൈ m എന്ന് എഴുതി. ഈ m സ്ക്വയർ v സ്ക്വയറിന് mv ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. എഴുതിക്കൂടെ? എഴുതാം. mv മൊമെന്റം. ആരാ പറഞ്ഞേ? മൊമെന്റം. യെസ്, mv മാസ് ഇൻടു വെലോസിറ്റി മൊമെന്റം. അങ്ങനെ സാധനമുണ്ട്, പഠിച്ചിട്ടില്ലേ? ലോസ് ഓഫ് മോഷൻ മൊമെന്റം എന്ന് പറയും. സോ കൈനറ്റിക് എനർജി ഈക്വൽ ടു മക്കളെ ഹാഫ് ഇൻടു m ഇൻടു v, മാസ് ഇൻടു വെലോസിറ്റി. വാട്ട് ഈസ് മാസ് ഇൻടു വെലോസിറ്റി? മൊമെന്റം p.
മൊമെന്റത്തിന്റെ സിമ്പിൾ പി എന്നാണ്. പി സ്ക്വയർ ബൈ എം. പി സ്ക്വയർ ബൈ എം. സോ കൈനറ്റിക് എനർജി ഈക്വൽ ടു പി സ്ക്വയർ ഡിവൈഡ് ബൈ 2m. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു പി സ്ക്വയർ ഡിവൈഡ് ബൈ 2m എന്നുള്ള ഒരു ഇക്വേഷൻ കിട്ടി. വേർ പി ഇസ് ദ മൊമെന്റം, 2 തന്നെയാണ്, m ഇസ് ദ മാസ്. സോ കൈനറ്റിക് എനർജി K ഈക്വൽ ടു പി സ്ക്വയർ ഡിവൈഡ് ബൈ 2m. കിട്ടിയ കൈനറ്റിക് എനർജി ഈക്വൽ ടു പി സ്ക്വയർ ഡിവൈഡ് ബൈ 2m. ആർക്കെങ്കിലും സംശയം ഉണ്ടോ? എങ്ങനെ വന്നെന്ന് ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഇതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. കൈനറ്റിക് എനർജി ഈക്വൽ ടു പി സ്ക്വയർ ഡിവൈഡ് ബൈ 2m. ആ 2m എടുത്തു കഴിഞ്ഞാൽ 2m ഇപ്പുറ സൈഡിൽ കൊണ്ടുകഴിഞ്ഞാൽ മക്കൾ എന്ത് വരും? 2m ഇൻറ്റു കൈനറ്റിക് എനർജി. അല്ല, ഇവിടെ ബൈ ആണ്, ഇങ്ങോട്ട് വരുന്ന ഇൻറ്റു. മക്കളെ ഇവിടെ ബൈ ആണ്, ഇങ്ങോട്ട് വരുന്ന ഇൻറ്റു. സോ 2m ഇൻറ്റു കൈനറ്റിക് എനർജി ഈക്വൽ ടു പി സ്ക്വയർ. 2m ഇൻറ്റു കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു പി സ്ക്വയർ എന്ന് കിട്ടും. പി ഈക്വൽ ടു റൂട്ട് ഓഫ് 2m ഇൻറ്റു കൈനറ്റിക് എനർജി. പി ഈക്വൽ ടു റൂട്ട് വരും. ആ സ്ക്വയർ റൂട്ട് സ്ക്വയർ എന്ന് വാല്യൂ കണ്ടുപിടിക്കുക, റൂട്ട് എടുക്കണ്ടേ? അപ്പൊ പി സ്ക്വയർ ഈക്വൽ ടു 2m ഇൻറ്റു കൈനറ്റിക് എനർജി ആണെങ്കിൽ പി ഈക്വൽ ടു റൂട്ട് ഓഫ് 2m ഇൻറ്റു കൈനറ്റിക് എനർജി. ഞങ്ങൾക്ക് അറിയില്ല സാർ, അതൊന്നും ഞങ്ങൾക്ക് അറിയില്ല സാർ. ഈ സ്ക്വയർ എടുത്ത് എങ്ങനെയാ റൂട്ട് എടുക്കണേ? എന്തിനാ റൂട്ട് എടുക്കണടാ? പി കണ്ടുപിടിക്കാൻ. പി ഈക്വൽ ടു റൂട്ട് ഓഫ് 2m ഇൻറ്റു കൈനറ്റിക് എനർജി. ഈ രണ്ട് ഇക്വേഷൻസിലൊന്ന് ഫോക്കസ് ചെയ്യാം. ഫോക്കസ് ചെയ്യാനേ പറഞ്ഞുള്ളൂ, ബൈ ഹാർട്ട് പഠിക്കാൻ പറഞ്ഞിട്ടില്ല. ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം. മുകളിലും താഴെ എമൗണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്ന ഇക്വേഷൻ ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യം എന്താ? ഞാൻ എന്റെ കാഴ്ചപ്പാടിലില്ല, നിങ്ങളുടെ കാഴ്ചപ്പാടിലെങ്കിൽ നിങ്ങൾക്ക് എന്ത് തന്നെ ചെയ്യാം. സാറ് ബൈ ഹാർട്ട് പഠിക്കണമെന്ന് പറയുള്ളൂ. എമ്മിന്റെ എം മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കുന്നതിന് നമ്മൾ ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ രണ്ട് ഇക്വേഷൻസ് കിട്ടി. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു പി സ്ക്വയർ ബൈ 2m, മൊമെന്റം ഈക്വൽ ടു റൂട്ട് 2m ഇൻറ്റു കൈനറ്റിക് എനർജി. നമുക്ക് ആവശ്യമുള്ള ഒരു ഇക്വേഷൻ ആണ് കേട്ടോ. അത് പ്ലസ് 1 മാത്രമല്ല, പ്ലസ് 2 ആവശ്യമുള്ള ഒരു ഇക്വേഷൻ ആണ്. വെറുതെ ഒന്നും ആവശ്യം എഴുതി വെച്ചേര്. എഴുതി വെച്ചാ എഴുതിയാ മക്കളെ? എഴുതിടാ. യെസ്. ഓൺലൈൻകാർക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, സ്റ്റക്കൊന്നുമില്ലല്ലേ? യെസ്. അപ്പൊ ഇനി സാറ് അടുത്ത ഭാഗത്തേക്ക് ഇറങ്ങാം. അപ്പൊ കൈനറ്റിക് എനർജിക്ക് എന്ത് ഇക്വേഷൻ കിട്ടി? പി സ്ക്വയർ ഡിവൈഡ് ബൈ എന്ന് കിട്ടി, 2m എന്ന് കിട്ടി. അതൊന്ന് ബോക്സിൽ ഇട്ട് വെച്ചോണ്ട് ആവശ്യമുള്ളത്. പി സ്ക്വയർ ഡിവൈഡ് ബൈ 2m കൈനറ്റിക് എനർജി ഇക്വേഷൻ ആണ്. പി സ്ക്വയർ ഡിവൈഡ് ബൈ 2 എന്നുള്ള ഇക്വേഷൻ കിട്ടി. കിട്ടിയില്ലേ? ഇനി നോക്കിയല്ല കേട്ടോ, ശ്രദ്ധിക്കും. കൺസിഡർ 2 masses. Consider 2 masses M1 and M2. Consider 2 masses M1 and M2 having equal momentum. Having equal momentum. Having equal momentum. The ratio of kinetic energy. മക്കളെ ഇത് ചോദിക്കാനുള്ള ചോദ്യമാണ് കേട്ടോ. The ratio of kinetic energy is. The ratio of kinetic energy is. Yes. So consider 2 masses M1 and M2 having equal momentum. The ratio of kinetic energy is. അർത്ഥം മനസ്സിലായ? രണ്ട് മാസുകളുണ്ട്. ഏതൊക്കെയാ? M1 ഉം M2. അവരുടെ രണ്ടുപേരുടെ എന്ത് സെയിമാ? മൊമെന്റ് സെയിമാ. ഈ രണ്ട് ബോഡികളുടെയും മൊമെന്റ് സെയിമാ. ചോദ്യം അവരുടെ കൈനറ്റിക് എനർജിയുടെ റേഷ്യോ എത്രയാണ്? മൊമെന്റ് സെയിം ആയിട്ടുള്ള രണ്ട് ബോഡികളുടെ കൈനറ്റിക് എനർജിയുടെ റേഷ്യോ എത്രയാണെന്ന് ചോദ്യം ചെയ്തെടുത്തോ. ചോദ്യം മനസ്സിലായോ മക്കളെ? നമ്മുടെ കയ്യില് രണ്ട് ഒബ്ജക്റ്റുകളുണ്ട്. ഒരു ഒബ്ജക്റ്റിന്റെ മാസ് M1, മറ്റേ ഒബ്ജക്റ്റിന്റെ മാസ് M2. ഈ രണ്ടുപേരെ എന്ത് സെയിമാ? മൊമെന്റ് സെയിമാ. അവര് എന്തിന്റെ റേഷ്യോ ചോദിച്ചാണ്? കൈനറ്റിക് എനർജി റേഷ്യോ ആണ് ചോദിച്ചാണ് കേട്ടോ. ഇത് പരീക്ഷയ്ക്ക് നമുക്ക് ചോദിച്ചുള്ള പ്രോബ്ലം. നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല, ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പൊ നമ്മളത് ആ ഒരു മെത്തേഡിൽ എഴുതാൻ വേണ്ടി പഠിക്കണം. ഇത്രേ ഉള്ളൂ. നോക്കാം, നമ്മൾ കൈനറ്റിക് എനർജിക്ക് പല ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട്. ഹാഫ് എം വി സ്ക്വയർ പഠിച്ചില്ലേ? ഹാഫ് എം ഇൻറ്റു വി ഡോട്ട് വി പഠിച്ചു. പി സ്ക്വയർ ബൈ 2m 3 ഇക്വേഷൻസാ പഠിച്ചത്. അപ്പോ കൈനറ്റിക് എനർജി ഈക്വൽ ടു പി സ്ക്വയർ ബൈ 2m എന്നുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചതാ അല്ലെ? കൈനറ്റിക് എനർജി ഈക്വൽ ടു പി സ്ക്വയർ ബൈ 2m എന്നുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചതാ. യെസ്. ഈ ഇക്വേഷനാണ് സാർ സെലക്ട് ചെയ്യാം. അപ്പൊ നമ്മൾ ഈ പ്രോബ്ലം ചെയ്യാൻ നമ്മൾ ഈ ഇക്വേഷൻ സെലക്ട് ചെയ്യണം. അതെന്തുകൊണ്ടാണ് സാർ ഹാഫ് എം വി സ്കോർ സെലക്ട് ചെയ്യാൻ തരുന്നത്? ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാം. സാർ ഹാഫ് എം വി സ്കോർ അല്ല നമ്മുടെ ഇക്വേഷൻ.
എന്താണ് സാർ ഹാഫ് എം വി സ്ക്വയർ എന്ന് പറയുന്നത്? പി സ്ക്വയർ ബൈ 2 എന്ന് എഴുതും. അതിനുള്ള ആൻസർ എന്താ? ഇതും പറഞ്ഞു. ഇവനാണ് നമ്മുടെ കീവേഡ്. എന്താ? ഈ രണ്ടുപേർക്ക് എന്ത് സെയിം ആവുന്നുണ്ട്? ഈക്വൽ മൊമെന്റം. നമുക്ക് ആ പൂട്ട് തുറക്കാനുള്ള താക്കോല് തന്നുണ്ട്. അവനെ കീ, ഇതാണ് കീ. അവർ രണ്ടുപേരും മൊമെന്റ് എന്താണ്? സെയിമാ. അപ്പൊ നമുക്ക് തന്നിട്ടുള്ള ആകെ ഹിന്റ് എന്നിട്ട് അവർ രണ്ടുപേരുടെയും മൊമെന്റ് സെയിം ആണ്. അപ്പൊ മൊമെന്റ് സെയിം ആണെന്നുള്ളൊരു ഹിന്റ് തന്നിട്ടുണ്ടെങ്കിൽ മൊമെന്റ് ഉൾപ്പെടുന്ന ഇക്വേഷൻ എടുക്കണം. മൊമെന്റ് സെയിം ആണ് എന്നുള്ളൊരു ഹിന്റ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കൈൻഡ് ഹാഫ് എം വി സ്ക്വയർ എടുത്തിട്ട് കാര്യമില്ല. ഇല്ല, മൊമെന്റം വരുന്ന ഇക്വേഷൻ എടുക്കണം. എല്ലാവർക്കും എന്താ ബുദ്ധിമുട്ടുണ്ടാ? ഇല്ല. അപ്പോ മൊമെന്റം വരുന്ന ഇക്വേഷൻ എടുക്കണം. അതാണ് സാർ ഹാഫ് എം വി സ്ക്വയർ എടുക്കാണ്ട് പി കണ്ട പി ആരാ മൊമെന്റം വരുന്ന ഇക്വേഷൻ തീർച്ചയായും കേട്ടാ. യെസ്. അപ്പൊ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു പി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. ഓക്കെ, പി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. ഇനി നോക്കാം സാർ പറഞ്ഞ ശ്രദ്ധിക്കട്ടാ. ഇതിന് പി എന്താ? രണ്ടുപേരുടെയും പി എന്താ? രണ്ട് ബോഡികളുടെ പി എന്താ? പി സെയിം ആണെന്നില്ലേ? തന്നിട്ടില്ലേ? അപ്പൊ പിക്ക് റോൾ ഉണ്ടോ? രണ്ടുപേർക്ക് സെയിമാ, പിന്നെ റോൾ ഉണ്ടോ? ഇല്ല. അപ്പൊ രണ്ടുപേരുടെയും മൊമെന്റ് സെയിം ആയതുകൊണ്ട് അവർക്ക് റോൾ ഇല്ല. വെട്ടിക്കളഞ്ഞു. 2 റോൾ ഉണ്ടോ മക്കളെ? 2 റോൾ ഉണ്ട് അല്ലെ? 2 റോൾ ഉണ്ടാവും. കാരണം എന്താ? എന്റെ വീട്ടിലെ 2 നിങ്ങളുടെ വീട്ടിലെ 2 വെവ്വേറെയാ അല്ലെ? അതെ. എന്റെ വീട്ടിലെ 2 നിങ്ങളുടെ വീട്ടിലെ 2 വെവ്വേറെയാണ് അല്ലെ? അല്ല, എന്റെ വീട്ടിലെ 2 നിങ്ങളുടെ വീട്ടിലെ 2 വെവ്വേറെ അല്ലേ? അല്ല, 2 സെയിം അല്ലടാ എല്ലാവർക്കും. അപ്പൊ 2 എടുക്കുന്ന ആവശ്യമില്ല. ഇല്ല. അപ്പൊ 2 വെട്ടിക്കളയാ. ഓ, സമ്മതിക്കണം പ്രഭു. അപ്പോ എന്തുകൊണ്ടാ സാറ് 2 വെട്ടിക്കളഞ്ഞേ? 2 എല്ലാവർക്കും സെയിമാ. അവരെ നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടാണ് മൊമെന്റ് വെട്ടിക്കളഞ്ഞേ? മൊമെന്റ് രണ്ടുപേരും സെയിമാ. റോളില്ല. ഈ സെയിം ആയവർക്ക് എന്താ റോള്? ഒരു റോളില്ല. രണ്ടുപേരും ഉണ്ടല്ലോ. അപ്പോ സെയിം മൊമെന്റ് വന്നുകൊണ്ട് നമ്മൾ മൊമെന്റിനെയും വെട്ടിക്കളഞ്ഞു. 2 വന്നുകൊണ്ട് നമ്മൾ ആരും വെട്ടിക്കളഞ്ഞു. 2 കോൺസ്റ്റന്റ് ആയതുകൊണ്ട് നമ്മൾ അവരെയും വെട്ടിക്കളഞ്ഞു. അപ്പൊ നമുക്ക് എന്താ കിട്ടാം മക്കളെ? കൈനറ്റിക് എനർജി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു മാസ്. കണ്ടോ? കൈനറ്റിക് എനർജിയും മാസും കണ്ടോ? മാസ് എവിടെ കിടക്കണം? മുകളിൽ താഴെ അല്ലെ? അപ്പൊ താഴെ കിടക്കുമ്പോൾ ഏത് പ്രൊപ്പോർഷനാ? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാ വിളിക്കുക. സോ കൈനറ്റിക് എനർജിയും മാസും തമ്മിലുള്ള ബന്ധം നോക്കിയത് നിങ്ങള്. കൈനറ്റിക് എനർജി മാസും ഏത് പ്രൊപ്പോർഷനാ? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാ. എന്ന് പറയുമ്പോ മാസ് കുറവുള്ളവന് കൈനറ്റിക് എനർജി കൂടും. മാസ് കുറവുള്ളവന് കൈനറ്റിക് എനർജി കൂടും. അവരെന്ത് സെയിം ആണെങ്കിൽ മക്കളെ അത് ശ്രദ്ധിക്കണം. അവരെന്ത് സെയിം ആണെങ്കിൽ മൊമെന്റ് സെയിം ആണ്. അപ്പൊ 2 ബോഡികളുടെ എന്ത് സെയിം ആണ്? മൊമെന്റ് സെയിം ആണെങ്കിൽ ആർക്കാ കൈനറ്റിക് എനർജി കൂടുതൽ വരിക? മാസ് കുറവുള്ളവനാ കൂടുതൽ വരും. ആർക്കാ മാസ് കുറവ്? അവനാണ് കൈനറ്റിക് എനർജി കൂടുതൽ വരിക. ഇപ്പൊ പരീക്ഷയ്ക്ക് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു എന്ന് വിചാരിക്കാം. ചോദ്യം പറഞ്ഞുതരാം. ഒരു സൈക്കിളും ഒരു ലോറിക്കും മൊമെന്റം സെയിമാണ്. ചോദ്യേട്ടാ, നിങ്ങളുടെ വിചാരം കൈനറ്റിക് എനർജി ഇക്വേഷൻ ഏതെന്ന് ചോദിക്കുന്ന വിചാരിക്കണേ. ചിലപ്പോ ഇക്വലം ചോദിച്ചു വരും. ഏത് കൊറോണ ചിലപ്പോ ചോദിക്കാം. അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ നിങ്ങളുടെ വിചാരം അങ്ങനെയൊന്നും ഫിസിക്സ് ചോദിക്കില്ല. ഫിസിക്സിൽ ചോദിച്ചതായിരിക്കും. എന്താ? ഒരു സൈക്കിളും ഒരു ലോറി എടുത്തു. അവർക്ക് 2 പേർക്കും സെയിം മൊമെന്റ് ആണ്. ആർക്കാണ് കൈനറ്റിക് എനർജി കൂടുതൽ? സൈക്കിളിനും ലോറിക്ക് എന്ത് മൊമെന്റം സെയിം ആണ്. അപ്പൊ ആർക്കാ കൈനറ്റിക് എനർജി കൂടാ? മൊമെന്റ് സെയിം ആയ ആർക്കാ കൈനറ്റിക് എനർജി കൂടാ? മാസ് കുറവുള്ളവന്. സൈക്കിളിനാണോ ലോറിക്കാണോ മാസ് കുറവ്? സൈക്കിളിനല്ലേ? അപ്പൊ സൈക്കിളിനാണ് എന്ത് കൂടുക? കൈനറ്റിക് എനർജി കൂടുക. കുറെ കുട്ടികൾ എന്താ എഴുതി വെക്കുന്ന അറിയോ? 2 പേർക്ക് സെയിം ആണെന്ന് എഴുതി വയ്ക്കും. അല്ലെങ്കിൽ ലോറിക്ക് എഴുതി വയ്ക്കും. ലോറിക്ക് എഴുതി വെക്കാൻ ചാൻസ് ഇല്ല. മൊമെന്റ് സെയിം അല്ലേ? അപ്പൊ കൈനറ്റിക് എനർജി സെയിം ആണ്. നമ്മുടെ ചിന്ത അങ്ങനെ പോവാ. മൊമെന്റ് സെയിം ആണെങ്കിൽ പിന്നെ വെലോസിറ്റി സെയിം ആണ്, പിന്നെ കൈനറ്റിക് എനർജി സെയിം ആണ്. അങ്ങനെയൊക്കെ തോന്നി തുടങ്ങും നമുക്ക്. കേട്ടാ, അതാണ് തെറ്റ്. അപ്പോ ഒരു തവണ സാർ പറഞ്ഞു, 2 വ്യത്യസ്ത ബോഡികൾ അവരെന്ത് സെയിം ആണെങ്കിൽ, മൊമെന്റം സെയിം ആണെങ്കിൽ കൈനറ്റിക് എനർജി എന്തിന് പ്രപ്പോർഷനാണ്? മാസിന് എങ്ങനെ പ്രപ്പോർഷനാണ്? ഇൻവേഴ്സ്ലി പ്രപ്പോർഷനാണ്. മാസ് കുറവുള്ളവന് കൈനറ്റിക് എനർജി കൂടും. സൈക്കിളിനും ലോറിക്ക് എടുക്കുകയാണെങ്കിൽ സൈക്കിളിനാണ് എന്ത് കുറവ്? മാസ് കുറവ്. അപ്പൊ അവനെന്ത് കൂടുതലായിരിക്കും? കൈനറ്റിക് എനർജി കൂടുതലായിരിക്കും. അവർ രണ്ടുപേരും എന്ത് സെയിം ആവണമെന്നുണ്ട്? എന്ത് സെയിം ആവണമെന്നുണ്ട്? മൊമെന്റ് സെയിം ആവുന്നുണ്ട്. എടാ, ഈ മാസ്ക് വയ്ക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് അറിയോ? കേട്ടാ, നമ്മളാണ് പറയുന്നത് എന്ന് തെറ്റിദ്ധരിപ്പിക്കാനുള്ള വളരെ വലിയൊരു കഴിവുണ്ട് മാസ്കിന്. കേട്ടാ, അതാണ് മാസ്കിന്റെ ഒരു ഗുണം. കേട്ടാ, നോട്ട് ദ പോയിന്റ്. ഈ ബാക്ടീരിയ അതുപോലുള്ള വൈറസുകളെ തടയുന്നതിന് മാത്രമല്ല,
ഇതേപോലെ ഉത്തരം പറയാൻ വരുന്ന സന്ദർഭങ്ങളിൽ വെറുതെ ഇങ്ങനെ അടയ്ക്കാൻ മതി, അപ്പൊ മാസ്ക് അനങ്ങിക്കോളും. അങ്ങനെ എന്ത് ചെയ്യുന്നത്, ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ടെന്ന് മാഷുമാരെ തെറ്റിദ്ധരിപ്പിക്കാനും പറ്റും. ഓക്കെ, അങ്ങനെ ഒരു ഉപകാരം കൂടി ഉണ്ടല്ലേ. അപ്പൊ ഓക്കെ, അപ്പൊ കൈനറ്റിക് എനർജി മാസ് ഇങ്ങനെ പ്രൊപ്പോഷലാ, ഇൻവേഴ്സ് എന്ത് സെയിം ആണ് കേടാ. അപ്പൊ കൈനറ്റിക് എനർജി 1 ബൈ കൈനറ്റിക് എനർജി 2. മക്കളെ ഫസ്റ്റ് ബോഡിയുടെ രണ്ടാമത്തെ കൈനറ്റിക് എനർജിയുടെ റേഷ്യോ പറയുമ്പോൾ ബൈ എടുക്കാം. 1/2 കൈനറ്റിക് എനർജി ഓഫ് ഫസ്റ്റ് ബോഡി ബൈ കൈനറ്റിക് എനർജി ഓഫ് സെക്കൻഡ് ബോഡി ഈക്വൽ ടു മക്കളെ m2/m1. m2/m1 അതെന്താ സാർ അങ്ങനെ അല്ലെ? ഇവിടെ 1/2, ഇവിടെ 1 മുകളില, ഇവിടെ 2 അടിയില്ല, എന്നിട്ട് ഇവിടെ വന്നപ്പോ 2 മുകളിലായിരുന്നു സാർ. അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ്. അതാണ് അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ്. താഴെ നിൽക്കണേ. അപ്പൊ മക്കളെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ വരുമ്പോ 1/2 എടുക്കുന്ന സമയത്ത് തലേ ചെയ്യും, ഇവിടെ 2/1 എടുക്കും. അപ്പൊ കൈനറ്റിക് എനർജി 1 ബൈ കൈനറ്റിക് എനർജി 2 ഈക്വൽ ടു മാസ് 2 ബൈ മാസ് 1. ഡൗട്ട് ഉണ്ടോ? സാധിക്കുന്നവർക്കൊക്കെ ഓഫ്ലൈൻ വരാട്ടോ. ഇപ്പോ ഇവിടെ ഓഫ്ലൈൻ വന്ന കുട്ടികളുടെ പ്രകടനം മുൻനിർത്തി ഞാൻ പറയുകയാണ്, നിങ്ങൾ ഓഫ്ലൈൻ വരുന്നതാണ് നല്ലത്. കാരണം നിങ്ങൾ നേരിട്ട് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കേട്ടാ, നിങ്ങളുടെ അറിവിന്റെ ആ ലെവലും അറിവിന്റെ നിറകുടങ്ങളാണ് നിങ്ങൾ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായത് ഇപ്പോഴാണ് കേട്ടാ. അപ്പോ സാധിക്കുന്നവർക്ക് വരാം, സാധിക്കാത്തവർ വരണ്ട. യെസ്, കഴിഞ്ഞില്ലേ? അപ്പൊ കൈനറ്റിക് എനർജിയും മൊമെന്റം ഈക്വൽ ആണെങ്കിൽ അങ്ങനെ കിട്ടിയില്ലേ, കുഴപ്പമില്ലല്ലോ. ഇനി അടുത്തത് യെസ്, അടുത്ത് പറയട്ടെ. കൺസിഡർ 2 ബോഡീസ്. ഇത് നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യൂട്ടാ, നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യും. Consider 2 bodies of mass m1 and m2 having same kinetic energy. The ratio of momentum. Having same kinetic energy, the ratio of momentum. എത്രയാണ് റേഷ്യോ ഓഫ് മൊമെന്റം? നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യണ്ട, ട്രൈ ചെയ്യാം. കിട്ടിയാ മക്കളെ? കിട്ടിയടാ? വാ, എന്ത് സെയിം ആണെന്നുണ്ട്? ഹാവിംഗ് സെയിം കൈനറ്റിക് എനർജി. അപ്പൊ 2 ബോഡികളുണ്ട്, m1 m2. അപ്പൊ എന്ത് സെയിമാ? കൈനറ്റിക് എനർജി സെയിം ആണ്. എന്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞേ? മൊമെന്റം. മൊമെന്റത്തിന്റെ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യണ്ടേ? മൊമെന്റം P ഈക്വൽ ടു √2m ഇൻറ്റു കൈനറ്റിക് എനർജി. അതെന്തുകൊണ്ടാ സാർ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാനുള്ള കാരണം? ഈ ഇക്വേഷൻ യൂസ് ചെയ്യണേ √2m ഇൻറ്റു കൈനറ്റിക് എനർജി എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യാനുള്ള കാരണം എന്താ? ഇവിടെ എന്ത് തന്നുണ്ട്? ഇവിടെ കൈനറ്റിക് എനർജി സെയിം ആകുന്നുണ്ട്. എന്നിട്ടില്ലേ? അപ്പൊ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ വേണ്ട എടുക്കാൻ വേണ്ടേ? അപ്പൊ P ഈക്വൽ ടു √2m ഇൻറ്റു കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി സെയിം ആണെങ്കിൽ റോൾ ഉണ്ടോ മക്കളെ? കൈനറ്റിക് എനർജി സെയിം ആണെങ്കിൽ റോൾ ഉണ്ടോ? ഇല്ല, നമ്മളെ വെട്ടിക്കളഞ്ഞു. അങ്ങനെ റോളില്ല. 2 റോൾ ഉണ്ടോ? 2 റോളില്ല. 2 റോളില്ല, വെട്ടിക്കളഞ്ഞു. ബാക്കി എന്താ വരുന്നേ? m മാത്രം നിൽക്കണം. അപ്പൊ മൊമെന്റം ഈസ് പ്രപ്പോർഷണൽ ടു റൂട്ട് മാസ്. എഴുതിയില്ലേ? സോ വാട്ട് ഈസ് P1 by P2? മക്കളെ ആലോചിക്കടാ, റേഷ്യോ ഓഫ് മൊമെന്റം P1 by P2. P1 by P2 മൊമെന്റങ്ങളുടെ റേഷ്യോ എന്ന് പറയുമ്പോൾ എന്ത് വരും? √m1 by m2. ഇവിടെ എന്തുണ്ടാ തലതിരിക്കാണ്ടിരുന്നേ? ഇവിടെ 1/2 വന്നപ്പോ ഇവിടെ 1/2 തലതിരിക്കാണ്ടിരുന്നുണ്ടാ? അത് ഡയറക്ട്ലി പ്രപ്പോർഷണൽ. ഇൻവേഴ്സ്ലി ആണോ? അല്ല. ഇൻവേഴ്സ്ലി ആണെങ്കിൽ തലതിരിക്കായിരുന്നു. ഇതിപ്പോ ഡയറക്ട്ലി ആണ്. മൊമെന്റം ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു മാസ് ആണ്. സോ P1 by P2 ഫസ്റ്റ് ബോഡി ബൈ സെക്കൻഡ് ബോഡി ഈക്വൽ ടു ഫസ്റ്റ് ബോഡി മാസ് ബൈ സെക്കൻഡ് ബോഡി മാസ്. റൂട്ട് ഉണ്ട് മക്കളെ, അതിവിടെ റൂട്ടുള്ളതാണുണ്ടാ. മാസത്തിന് അവിടെ റൂട്ടുള്ളതാണുണ്ടാ, ഇവിടെ റൂട്ട് വന്നാണ്. ഡൗട്ട് ഉണ്ടോ? എളുപ്പമല്ല ഫിസിക്സ്? എളുപ്പല്ലേ?
എളുപ്പാ അല്ലേ? ഓൺലൈൻ ആർക്കും ഇവിടെ ഉണ്ടോ? എന്തെങ്കിലും ബുദ്ധിമുട്ട്? അടുത്തൊരു വിറ്റ് വിറ്റൊന്നല്ല, എല്ലാം വിറ്റ് തന്നെ. അടുത്തൊരു കാര്യം പറയാം. ഇങ്ങനൊരു ചോദ്യം വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു പറയട്ടാ. സാറിന് ചോദ്യം എഴുതാം, അത് വന്ന് ഞാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞോ. ഇഫ് momentum of a body increases by 50%, what is the percentage increase in kinetic energy? Momentum of a body increases by 50%, what is the percentage increase in kinetic energy? Momentum of a body increases by 50%, what is the percentage increase in kinetic energy? ചോദ്യം. ഓക്കെ, ഇത് നിങ്ങളുടെ എക്സാമിന് വരുന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ. അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇതൊരു ചോദ്യമാണ്, ഇത് ഫിസിക്സിലുള്ള ഒരു ചോദ്യമാണ്. മൊമെന്റം 50% കൂട്ടിക്കഴിഞ്ഞാൽ കൈനറ്റിക് എനർജി എത്ര ശതമാനം കൂട്ടും കേട്ടോ. ഭാവിയിൽ ചിലപ്പോ നിങ്ങൾ +1 +2 ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എൻട്രൻസ് എഴുതാൻ പോകുന്ന ഒരു പരിപാടി ഉണ്ട്. നമ്മളിപ്പോ തീരുമാനിച്ചില്ലെങ്കിലും ഭാവിയിൽ നമ്മള് വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി പോയിട്ട് ഒരു പ്രാവശ്യങ്ങൾ എഴുതും. അത് ഈ സയൻസ് എടുത്ത എല്ലാ പിള്ളേരും വിധി അതാണ്. വീട്ടുകാരെ പറയും വെറുതെ എഴുതി നോക്കാൻ, അപ്പൊ നമ്മൾ എന്തായാലും പോയി എഴുതും. അപ്പോ അന്നൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ക്വസ്റ്റ്യൻ ആണത് കേട്ടോ. Momentum of a body increases by 50%, what is the percentage increase in kinetic energy? മക്കളെ ഈ ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ പേന വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ മനക്കണക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. സാറ് തൽക്കാലം ആദ്യം പേന എടുത്ത് കാണിച്ചു തരാം, പിന്നെ ഞാൻ മനക്കണക്ക് ചെയ്യാൻ അതിനെ കാണിച്ചു തരാം കേട്ടോ. പരമാവധി മനസ്സിൽ കണക്ക് ചെയ്യാൻ നോക്കുക, സ്പീഡ് കൂടും. ഈ സ്റ്റേറ്റുകാര് കാൽക്കുലേറ്റർ എടുത്തു കഴിഞ്ഞാൽ അതോടുകൂടി നിങ്ങൾ നശിച്ചു മറന്നിട്ടാ. പേഴ്സണലി ഞാൻ പറയാം, കാൽക്കുലേറ്റർ എടുത്താൽ നിങ്ങൾ നശിച്ചു മറന്നു. കാൽക്കുലേറ്റർ എടുക്കാതെ ഇതുവരെ എടുത്തിട്ടില്ല, അതറിയാം. ഇതുവരെ നമുക്ക് എടുക്കണമെന്നില്ല, കാരണം ക്ലാസ് തുടങ്ങിയില്ല. ഇനി ക്ലാസ് തുടങ്ങിയാൽ എടുക്കരുത്. പരമാവധി മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യുക, അതാണ് മനസ്സിന്റെ സ്പീഡ് കൂട്ടാനുള്ള ഏറ്റവും വലിയ മാർഗം. മനസ്സിന് സ്പീഡ് ഇല്ലെങ്കിൽ കഴിഞ്ഞു. പിന്നെ നമ്മള് കാൽക്കുലേറ്റർ ഇങ്ങനെ കുറെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ 10+6 ചെയ്യാൻ വരെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. 10+6 നോക്കേണ്ടി വരും. യെസ്, നോക്കൂ. അപ്പൊ സാർ ആദ്യം പറഞ്ഞ നോക്കിയേ, ഒരു ബോഡിയുടെ എന്ത് കൂട്ടുന്നു? മൊമെന്റം എത്ര ശതമാനം കൂട്ടുന്നു? 50% കൂട്ടുന്നു. 50% മൊമെന്റം കൂട്ടാന്ന് പറഞ്ഞത്. ഓക്കെ, 50% ആക്കുക എന്നാണോ പറഞ്ഞത്? 50% കൂട്ടുക എന്നാണോ പറഞ്ഞത്? കൂട്ടുക എന്നാണ് പറഞ്ഞത്. ആഡ് ചെയ്യാന്ന് പറഞ്ഞത്, ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞത്. ഓൾറെഡി കുറച്ച് മൊമെന്റ് ഉണ്ടാവുമല്ലോ, നല്ല കൂട്ടാൻ പറ്റുള്ളൂ. ഒന്നുമില്ലാത്തത് നമുക്ക് കൂട്ടി കൊടുക്കാൻ പറ്റില്ലല്ലോ, ഇല്ല. ഓൾറെഡി ഒരു മൊമെന്റ് ആ ബോഡിക്ക് ഉണ്ട്, എന്നിട്ട് 50% കൂട്ടുന്നു. ഈ ഓൾറെഡി ഉള്ള മൊമെന്റത്തിന് നമ്മൾ എത്ര ശതമാനം എന്ന് പറയാം? ഓൾറെഡി നമ്മുടെ കയ്യിലുള്ള വാല്യൂന് നമ്മൾ എത്ര ശതമാനം എന്ന് പറയാം? ഓൾറെഡി നമ്മുടെ കയ്യിലുള്ള വാല്യൂന് എത്ര ശതമാനം എന്ന് പറയാം? ഓഫ്ലൈൻ കുട്ടികൾ പരാജയപ്പെട്ടു, ഇനി ഓൺലൈൻ കുട്ടികളുടെ ചാൻസ്. ഓൾറെഡി നമ്മുടെ കയ്യിൽ മൊമെന്റ് ഉണ്ട്, അതിന് എത്ര ശതമാനം എന്ന് പറയാം? അപ്പൊ അതും പോയി. രണ്ടുപേർക്കും ഏകദേശം ഒരേ സംഭവമാണ് കേട്ടോ. രണ്ടുപേർക്കും അറിയില്ല. 100% കേട്ടാ. 100% എന്ന് പറയാം. അല്ലടാ, അല്ലേ? ഇപ്പൊ നമ്മൾ പറയില്ലേ, നമ്മൾ ചില ആൾക്കാർ പറയും നിന്റെ 100% എഫേർട്ട് എടുക്കണ്ടെന്ന് പറയുമ്പോൾ നിന്റെ പൂർണ്ണമായിട്ടുള്ള എഫേർട്ട് എടുക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ ഓൾറെഡി ഉള്ള ഒരു വാല്യൂന് നമുക്ക് എത്ര പറയാം? കേൾക്കണ്ട ഓൺലൈൻകാരെ, വെറ്റകള് ചത്തുന്നുണ്ട്. ഉണ്ട്, യെസ് കേൾക്കുന്നുണ്ട്. അപ്പൊ ഓൾറെഡി ഉള്ള വാല്യൂനെ നമുക്ക് എത്ര ശതമാനം എന്ന് പറയാം? പറഞ്ഞോട്ടാ, ഓൾറെഡി ഉള്ള വാല്യൂനെ 100%. ഇനി എത്ര കൂട്ടി? 50 കൂട്ടി. അപ്പൊ എത്ര ശതമാനമായിട്ട് മാറും മക്കളെ? ആലോചിച്ച് നോക്കടാ. ഓൾറെഡി 100 ഉണ്ട്, ഓൾറെഡി ഉള്ള വാല്യൂ 100 ആണ്. 50% കൂട്ടി കഴിഞ്ഞാൽ അത് എത്ര ശതമാനമായിട്ട് മാറും? 150% മാറും. 150. 5ാം ക്ലാസ്സിലെ LKG പിള്ളേർ വരെ പറഞ്ഞില്ലേ നീ? അതാണ് ഞാൻ പറഞ്ഞത് കേട്ടാ. അപ്പോ
ഓൾറെഡി 100% ഉണ്ട്. അതിന് കൂടെ എത്ര കൂടുന്നു? 50 കൂടുന്നു. അപ്പൊ എത്രയോ? 150. അപ്പൊ പുതിയ മൊമെന്റ് എത്രയായി മക്കളെ? മൊമെന്റം 50%, വെറുതെ ഇരിക്കട്ട, 50% ഇൻക്രീസ് ആയി. 50% ഇൻക്രീസ് കാണിക്കുന്നുണ്ട്. അപ്പൊ മൊമെന്റം എത്ര ശതമാനമാവും മക്കളെ? 50% ഇൻക്രീസ് ആണ് കാണിക്കണേ. അപ്പൊ പുതിയ മൊമെന്റ് എത്ര ശതമാനമാവും? ന്യൂ മൊമെന്റം പറ. 150%. സംശയണ്ട? പുതിയ മൊമെന്റ് എത്ര ശതമാനമായി? 150%. ഈ 150% എന്ന് പറയുമ്പോ എത്ര ഇരട്ടി എന്നർത്ഥം? ശതമാനത്തിനെ നമ്പറിലേക്ക് മാറ്റുമ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഡിവൈഡ് ബൈ 100. അറിവില്ല, അതൊന്നും കുഴപ്പമില്ല കേട്ടോ. അറിവില്ലായ്മ ഒരു കുറ്റമല്ല കേട്ടോ, അത് കുറവന്നെയാണ് കേട്ടോ. അറിവില്ലായ്മ ഒരു കുറ്റമായിട്ട് നമ്മൾ എന്ത് ചെയ്യണ്ട, കൺസിഡർ ചെയ്യണ്ട, അതൊന്നും കുഴപ്പമില്ല. ആ ശതമാനത്തിനെ നമ്പറിലേക്ക് എഴുതുമ്പോൾ എന്ത് ചെയ്യണ്ട? ബൈ 100. അപ്പൊ 150% എന്ന് പറയുമ്പോൾ എന്താണെന്ന് അറിയാം മക്കളെ? 1.5 ഇരട്ടി, 1.5% അല്ലെങ്കിൽ 1.5 ഇരട്ടി എന്നാണ് അർത്ഥം കേട്ടാ. ശ്രദ്ധിക്കട്ടാ, 150% എന്ന് പറയുമ്പോൾ 1.5 ഇരട്ടി. ഇത് അറിയുന്നതാണ് എന്റെ വിശ്വാസമായിരുന്നു കേട്ടാ. നിങ്ങൾ ആ വിശ്വാസം തകർത്ത് കളഞ്ഞു. നിങ്ങൾക്ക് ഇതൊക്കെ അറിയാമെന്നാണ് എന്റെ വിശ്വാസം. ശതമാനം കിട്ടി കഴിഞ്ഞാൽ നമ്പറിലേക്ക് എങ്ങനെ മാറ്റാൻ നോക്കാം എനിക്ക് അറിയില്ലായിരിക്കും. നമ്പർ കിട്ടി കഴിഞ്ഞാൽ എങ്ങനെ ശതമാനത്തിലേക്ക് മാറ്റാൻ അറിയില്ലായിരിക്കും. കുഴപ്പമില്ല, പോട്ടെ. അപ്പൊ ഇപ്പോഴെങ്കിലും അറിഞ്ഞു വെക്കാം. ഓൾറെഡി ഉള്ള വാല്യൂനെ നമുക്ക് എത്ര ശതമാനം എന്ന് പറയാം? ഓൾറെഡി എന്റെ കയ്യിലുള്ള വാല്യൂനെ നമ്മൾ എത്ര ശതമാനം എന്ന് പറയും? 100. 50 എക്സ്ട്രാ ആഡ് ചെയ്യുമ്പോൾ എത്ര ശതമാനം വരും? 150. 150 എന്ന് പറയുമ്പോൾ എത്ര ഇരട്ടിയാ? 1.5 ഇരട്ടി. എത്ര ഇരട്ടി എന്ന് മനസ്സിലാക്കാം? 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ. അപ്പൊ 150/100 1.5 ടൈംസ് ആണ് അല്ലേ? 1.5 അടിക്കുക എന്നുള്ള ലാഘവത്തോടുകൂടി നമ്മൾ പറയാണ് കേട്ടാ. അത് പറഞ്ഞപ്പോ അവൻ ചിരിച്ചുട്ടാ. അവൻ അപ്പോ എത്ര ടൈംസ് ആയി? 1.5. ഇനി കൈനറ്റിക് എനർജിയിലെ ചേഞ്ച് ആണ് വിളിക്കേണ്ടത് അല്ലെ? അല്ലേ? കൈനറ്റിക് എനർജി ഇക്വേഷൻ എഴുതിയ മക്കളെ, കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു p²/2m ആണ് നമ്മൾ എഴുതിയത്. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു p²/2m. മക്കളെ, കൈനറ്റിക് എനർജി എന്തിന് പ്രപ്പോർഷണൽ ആണ്? മൊമെന്റത്തിന്റെ സ്ക്വയറിന് എന്താ പ്രപ്പോർഷണൽ അല്ലെ? കൈനറ്റിക് എനർജി മൊമെന്റത്തിന്റെ സ്ക്വയറിന് പറ പ്രപ്പോർഷണൽ. സ്ക്വയറിന് അല്ലേ? മൊമെന്റത്തിന്റെ മുകളിൽ സ്ക്വയറിന്. അപ്പൊ കൈനറ്റിക് എനർജി ഈസ് പ്രപ്പോർഷണൽ ടു മൊമെന്റം സ്ക്വയർ. മൊമെന്റം എത്ര ഇരട്ടിയായി? 1.5. മൊമെന്റ് എത്ര ഇരട്ടിയായി? 1.5. അതിന്റെ സ്ക്വയർ ഇവിടെ സ്ക്വയറിലാരുണ്ട്, ഇവിടെ സ്ക്വയറിലാരുണ്ട്. അയ്യോ. സോ കൈനറ്റിക് എനർജി പ്രപ്പോർഷണൽ ടു 1.5ന്റെ സ്ക്വയർ എത്രടാ? 1.5ന്റെ സ്ക്വയർ പോയി. കൃഷ്ണപ്രിയ നീയാണ് ഈ മണിമുത്ത്, നീയാണ് ഈ ക്ലാസ്സിലെ അഭിമാന താരം. 1.5ന്റെ സ്ക്വയർ 3 അടി. ഒറ്റയ്ക്ക് മോദടി 1.5. കൃഷ്ണപ്രിയ ഇൻറ്റു 2 അല്ല, അത് സ്ക്വയർ. നോക്ക. യെസ് മക്കളെ നോക്കടാ. മതി. 1.5ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ നിങ്ങൾ ഇത്ര സമ്മതിച്ചല്ലേ? എത്ര സമയം എടുത്തല്ലേ? അതാണ് അതിനർത്ഥം എന്താണെന്ന് അറിയാം. നമുക്ക് ചില കാര്യങ്ങളുടെ ബേസിക്സിന്റെ വളരെ കുറവുണ്ട്. അതായത് നിങ്ങൾ 10ാം ക്ലാസ് വരെ ഉണ്ടാക്കും പഠിച്ചിട്ടില്ല. അതാണ് പരമമായ സത്യം. നിങ്ങള് ഞാൻ ഈ കളിയാക്കണോണ്ടോ അല്ലെങ്കിൽ പറയണോണ്ടോ വിഷമം തോന്നരുത്. 10ാം ക്ലാസ് വരെ എന്നുള്ള നിങ്ങളുടെ അറിവ് വട്ട പൂജ്യമാണ്. അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് 10A+ ഉണ്ടായതുകൊണ്ട് കാര്യമില്ലെന്ന് മനസ്സിലായില്ലേ? 10ാം ക്ലാസ്സിൽ 10A+, 9A+, 8A+, എല്ലാ A+ കൊണ്ട് നടക്കുക. ഈ വഴി കൂടെ പോണ പിച്ചക്കാർക്ക് വരെ ഇട്ട് കൊടുക്കുന്നുണ്ട് 10A+. ഞാൻ അറിഞ്ഞതാ കേട്ടാ. വഴി കൂടെ പോണ പിച്ച കുട്ടികൾക്ക് വരെ 10A+ ഇട്ട് കൊടുക്കുന്നുണ്ട്. മഴ നനയാണ്ടിരിക്കാൻ വേണ്ടി വരാതിൽ കയറിയ വരെ മാർക്ക് ഇട്ട് കൊടുക്കുന്ന കേരള സിലബസിലാണ് നമ്മൾ പഠിക്കുന്നത്. 10ാം ക്ലാസ്സിൽ 10A+ പഠിച്ച പിള്ളേര് CBSEയിൽ 90-95% കിട്ടിയ പിള്ളേര് ഉള്ള സ്ഥലത്ത് ചോദിക്കുകയാണ് 1.5ന്റെ സ്ക്വയർ എത്രയെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. അതിന്റെ അർത്ഥം നമുക്ക് എവിടെയൊക്കെ ഭീകരമായിട്ട് തെറ്റ് വരുന്നുണ്ടെന്ന് അർത്ഥം. +1 +2 തന്നെയാട്ടാ. സ്റ്റേറ്റില് പഠിക്കുന്ന +1 +2 കുട്ടികളെ ഒന്നുകൊണ്ടും പേടിക്കണ്ട കേട്ടാ. ഒന്നുകൊണ്ടും പേടിക്കണ്ട. പേന പിടിക്കാൻ അറിയോ? നിങ്ങൾ ജയിക്കും. പേന പിടിച്ച് നിങ്ങൾക്ക് പേരെഴുതാൻ അറിയോ? നിങ്ങൾക്ക് 60% മാർക്ക് കിട്ടും. പിന്നെ നിങ്ങൾക്ക് എന്ത് തൊട്ടപ്പുറത്തോട്ട് പേരെഴുതാൻ അറിയോ? അപ്പൊ 80% മാർക്ക് കിട്ടും. പിന്നെ വീട്ടുകാരെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഫുൾ A+ അവിടെ വരും. കൊറോണ വന്ന കാരണം കൊണ്ട് ഇനി മാർക്കിംഗ് സ്കീമും വേറെയാണ്. കൊറോണ വന്നു കഴിഞ്ഞാൽ പിന്നെ ഏതൊക്കെ ക്വസ്റ്റ്യൻ എങ്ങനെയൊക്കെ ചോദിക്കുന്നു പറയാൻ പാടില്ല. ആപ്പിളിന്റെ പടം വന്നിട്ട് ദിസ് ഈസ് ഡാഷ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെടരുത്. അത്രയ്ക്കും മോശമായിട്ടുള്ള ലെവലാണ് സ്റ്റേറ്റ്. ഞാൻ സത്യമായിട്ട് പറയാം, CBSE കേട്ടോ. കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് കാണിക്കുന്നത് CBSE. ഞാൻ അവരെ ഇരുത്തിക്കൊണ്ട് പറയണമെന്ന് വിചാരിക്കരുത്. നമ്മുടെ സിസ്റ്റം ഭയങ്കര മോശമാണ്.
അത് കാരണം ഒരു കാര്യമുണ്ട്, കേരളത്തിൽ തന്നെ മാർക്കുള്ളൂ, പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ മൂക്കൊണ്ട് ഷാ വരയ്ക്കും. ഈ കേരള സിലബസിൽ നല്ല മാർക്ക് വാങ്ങിച്ചു പോകുന്ന കുട്ടികൾ എന്തുകൊണ്ടാണ് കോമ്പറ്റീറ്റീവ് എക്സാമിൽ ബാക്കിലോട്ട് പോകുന്നത്? ഒരു സ്റ്റഡി ഉണ്ടായിരുന്നു, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ബുക്കും മറ്റേ പേപ്പറൊക്കെ ഒന്ന് വായിച്ചു നോക്കും. നിങ്ങളെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് ആ സ്റ്റഡി നടത്തിയത്. കേരള സിലബസിൽ +2 98ഉം 99ഉം 1200 ഔട്ട് ഓഫ് 1200 ഉള്ള കുട്ടി, ഫുൾ മാർക്ക് +2 വാങ്ങിച്ച കുട്ടി എന്തുകൊണ്ട് കോമ്പറ്റീറ്റീവ് എക്സാമിൽ, ഓൾ ഇന്ത്യ ലെവലിൽ നടക്കുന്ന കോമ്പറ്റീറ്റീവ് എക്സാമിൽ പരാജയപ്പെടുന്നു എന്നുള്ള കാര്യത? കോമ്പറ്റീറ്റീവ് എക്സാമിൽ മാർക്കുകൾ ആര് കൊണ്ടുപോകുന്നു? CBSE-കാർ കൊണ്ടുപോകുന്നു എന്നതിനുള്ള കാരണം നമ്മളെ തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യമായിട്ട് നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. അതിൽ നിന്ന് എന്തെങ്കിലും ചെറിയ മാറ്റം, അതാണ് ഞാൻ ശ്രമിക്കുന്നത് കേട്ടാ. എന്നെ കൊണ്ട് വലിയ സംഭവമായിട്ടല്ല, പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് കേട്ടാ, ഇവിടെ പഠിച്ച ഒരു കുട്ടിയും മറ്റു പഠിച്ച കുട്ടികളും തമ്മിൽ ചെറിയൊരു എഡ്ജിന് വ്യത്യാസം ഉണ്ടാവും. ആ എഡ്ജാണ് ഇവിടെ ഉണ്ടാക്കുന്നത് കേട്ടാ, അതാണ് വ്യത്യാസം. ഈ നമ്മുടെ സിസ്റ്റം ഭയങ്കര മോശമാണ്, സത്യം. നമ്മുടെ +1 +2 സിസ്റ്റം ഭയങ്കര മോശമാണ്. ഒരു 4-5 കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് പഠിക്കുക, അതെന്നെ ചോദിക്കും. 4-5 കൊല്ലം വേണമെങ്കിൽ 2 കൊല്ലം എടുത്ത് ചോദിച്ചാലും മതി, അതെന്നെ ചോദിക്കുള്ളൂ. വേറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്നില്ല, ഒക്കെ ടാറ്റായിട്ട് അടിച്ചുകൊണ്ടിരിക്കുക. അപ്പോ അത് ചില കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ പിന്നെ അതിന്റെ രസം കണ്ടെത്തി ആ ക്വസ്റ്റ്യൻസ് മാത്രം പഠിപ്പിക്കലായി. അങ്ങനെ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ കിട്ടാം. പരീക്ഷയ്ക്ക് വരുന്ന സാധനങ്ങൾ, ഇതൊക്കെ പരീക്ഷയ്ക്ക് വരും. എന്താ ബുക്ക് എന്നറിയോ? എക്സാം വാങ്ങിക്കും. എക്സാം വാങ്ങുന്ന ഒരു ബുക്ക് ഉണ്ട് +1, അത് ഇവിടെ തുറക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അത് പഠിപ്പിക്കും, സെക്കൻഡ് ക്വസ്റ്റ്യൻ അത് പഠിപ്പിക്കും. അതന്നെയാണ് നമ്മുടെ ലെവൽ. അങ്ങനെയാണ് നിങ്ങൾ 10ാം ക്ലാസ്സിലും പഠിച്ചു വരുന്നത് കേട്ടോ. പ്രീവിയസ് ഇയർ, ഇത് കഴിഞ്ഞ പോലെ ചോദിച്ച ക്വസ്റ്റ്യൻ പുഴുങ്ങ്. ഇത് അടുത്ത കാര്യം മുമ്പത്തെ പോലെ ചോദിച്ച ക്വസ്റ്റ്യൻ, ഇതും പുഴുങ്ങിയോളോ. അങ്ങനെ 2-3 ക്വസ്റ്റ്യൻ പുഴുങ്ങി അതേ ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കും. അത് എഴുതും, അവര് 10 ദിവസം ഇടും. അവന് വേറെ ക്വസ്റ്റ്യൻ ചോദിച്ചാലോ, മോളൂട്ടാ വേറെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്കറിയില്ല. അപ്പൊ നമുക്ക് എന്താണ് നമ്മൾ അറിവ് നേടുന്നത്? നമ്മൾ ക്വസ്റ്റ്യൻസ് ആണ് അറിവ് നേടുന്നത്. ആകെ 2-3 ക്വസ്റ്റ്യൻ ബൈഹാർട്ട്, മാത്സ് ബൈഹാർട്ട് പഠിച്ച് പോകുന്ന പിള്ളേരെ നിങ്ങൾ കണ്ടിട്ടാ. ഞാൻ കാണിച്ചുതരാം. സ്റ്റേറ്റ് ലെവലിൽ ഇവിടെ എന്നെ നോക്കിയാൽ മതി, ക്വസ്റ്റ്യൻസ് ബൈഹാർട്ട് പഠിച്ച് പോകുന്ന ആൾക്കാർ. ഈ ക്വസ്റ്റ്യൻ വരും, ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ വന്നതിനെ ഇങ്ങനെ ചെയ്യണം, ഈ ക്വസ്റ്റ്യൻ ഇതായിരിക്കും ആൻസർ എന്ന് പഠിച്ചു പോകുന്ന കുട്ടികളുടെ കാലഘട്ടത്തിലാണ് ഞാനിവിടെ വന്നിട്ട് മൊമെന്റം 50% കൂട്ടിയതിനെ കൈറ്റിക്കാൻ ചെയ്യുന്നുണ്ടാവും. പോടാ. അപ്പോ നമുക്ക് പറയാം 1.5ന്റെ സ്ക്വയർ. മക്കളെ 15ന്റെ സ്ക്വയർ അറിയൂടാ? 225. 15ന്റെ സ്ക്വയർ 225ആണ്. അപ്പൊ 1.5ന്റെ സ്ക്വയർ ഒരു പോയിന്റ് എണ്ണം 2.25 കേട്ടാ. ഇത് 15ന്റെ സ്ക്വയർ നമ്മുടെ തലച്ചോറിലേക്ക് എത്താൻ വേണ്ട ഫ്രാക്ഷൻ ഓഫ് ടൈം മാത്രം എടുക്കാൻ പാടുള്ളൂ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ. നമ്മൾ എന്താ ചെയ്തേ? 1.5 × 1.5 ഈക്വൽ ടു കിടക്കാണ്. പിന്നെ ഗുണിച്ച് 3 സ്റ്റെപ്പ് ഇട്ട് ഗുണിച്ച് കൂട്ടി കേട്ടോ. 15 225 ആണെങ്കിൽ 1.5 2.25. അപ്പോ നോക്കൂ, അപ്പൊ കൈനറ്റിക് എനർജി എത്ര ഇരട്ടിയാവും മക്കളെ? കൈനറ്റിക് എനർജി എത്ര ഇരട്ടിയാവും? 2.25 ടൈംസ് ആവും അല്ലെ? നോക്കൂട്ടാ, കൈനറ്റിക് എനർജിന്റെ ഇക്വേഷൻ എന്തുണ്ട്? മൊമെന്റത്തിന്റെ സ്ക്വയർ ഉണ്ട് ഇല്ലേ? മൊമെന്റ് എത്ര ടൈംസ് ആയി? 1.5. അപ്പൊ 1.5ന്റെ സ്ക്വയർ 1.5ന്റെ സ്ക്വയർ 2.25. ഇനി പെർസെന്റേജിലേക്ക് മാറ്റാൻ ചെയ്യണം, ഇൻറ്റു 100. ആ പെർസെന്റേജ് നമ്പറിലേക്ക് മാറ്റാൻ 500, നമ്പറിൽ നിന്ന് പെർസെന്റേജിലേക്ക് മാറ്റാൻ ഇൻറ്റു 100. 2.5 × 100 225%. സോ കൈനറ്റിക് എനർജി എത്ര ശതമാനമായി? 225%. എത്ര ശതമാനം കൂടി? 125% കൂടി. കാരണം 100% ഓൾറെഡി ഉണ്ട്. 100% ഓൾറെഡി ഉണ്ട്, പ്രസന്റ് ഇംഗ്ലീഷിലുണ്ട്. ഇപ്പൊ 225 ആയി. അപ്പൊ എത്ര ശതമാനം കൂടി മക്കളെ? 125% കൂടി. അപ്പൊ കൈനറ്റിക് എനർജി ഇൻക്രീസസ് ബൈ എത്ര ശതമാനം? 125% കേട്ടോ. ഇത് പാൻ എടുക്കാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. കാണിച്ചു തരണം. സാറിന്റെ കയ്യിലൊന്നുമില്ല, നിങ്ങളുടെ കയ്യിലൊന്നുമില്ല കേട്ടാ. കയ്യിൽ മാത്രമല്ല, തലയ്ക്കുള്ളിലുമില്ല അല്ലെ? ഇല്ല. പറഞ്ഞോ, ഒരു പെർസെന്റേജ് പറഞ്ഞോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെർസെന്റേജ് എനിക്ക് പറയാം എന്ന് വെച്ചാൽ ഒരു മാന്യതാക്കിയിട്ട് പറയട്ടോ.
ഇഷ്ടമുള്ളതൊക്കെ പറയാൻ പറയുമ്പോ ഇനി വേറെ ഒന്നും പറയണ്ട. ഒരു പെർസെന്റേജ് ഇൻക്രീസ് പറയാം. ഇപ്പൊ 50 പകരം നിങ്ങൾക്ക് ഒരു നമ്പർ പറയാം. 60, 20 എന്ന് പറയണം. കൃഷ്ണപ്രിയ 20 എന്ന് പറയണം. അവൾക്കാണ് ചാൻസ് കൊടുക്കുന്നത് നമ്മൾ ആദ്യം കേട്ടോ. കാരണം അവളാണ് 1.5ന്റെ സ്ക്വയർ അതിഭീകരമായിട്ട് പറഞ്ഞത്. യെസ്. അപ്പൊ കൃഷ്ണപ്രിയ 20% എന്ന് പറഞ്ഞു അല്ലെ? യെസ്. തുടങ്ങിക്കോ. സാറിന്റെ കൈ ഇവിടെ വേണ്ട. തുടക്കത്തിന് മൊമെന്റ് എത്ര ശതമാനം ഉണ്ട്? തുടക്കത്തിൽ നിങ്ങൾ ചിന്തിച്ചു വേണം. തുടക്കത്തിൽ എത്ര ശതമാനം ഉണ്ട്? 100. ഇപ്പൊ എത്ര കൂടി? 20 കൂടി. 20 കൂടി. അപ്പൊ എത്രയായി? 120. 120 നമ്പർ പറ. 120ന്റെ നമ്പർ എത്രയാ? 1.2. അയ്യോടാ, ബൈ 100 ചെയ്യാം അല്ലെ? 1.2. ഇപ്പൊ മൊമെന്റ് എത്ര ടൈപ്സ് ആയി? 1.2 ആയി അല്ല? കൈനറ്റിക് എനർജിയുടെ ഇക്വേഷനിൽ മൊമെന്റത്തിന്റെ സ്ക്വയർ ഉണ്ടാ? 1.2ന്റെ സ്ക്വയർ. 1.2ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോ 12ന്റെ സ്ക്വയർ 144. യെസ്. 1.44. ഇപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് പറയാൻ പറ്റില്ല അല്ലേ? അതാണ് വ്യത്യാസം. 1.44. അപ്പോ കൈനറ്റിക് എനർജി എത്ര ശതമാനമായി? 144%. എത്ര ഇൻക്രീസ്? 44% ഇൻക്രീസ്. ഫാൻ എടുത്താ? ഇല്ല. ഫാൻ എടുക്കേണ്ട ആവശ്യമില്ല. ഒരു നമ്പർ കൂടി പറ, വെറുതെ പിള്ളേർക്ക് ഒരു രസമായിക്കോട്ടെ. ഒരു നമ്പർ കൂടി പറഞ്ഞോ. ഇനി ഓഫ്ലൈൻ കാര്യം പറഞ്ഞു. 70. ഇവനെ കൊണ്ട് വലിയ തൊന്തരവായി. 70% ഇൻക്രീസ്. ഇപ്പൊ ഓൾറെഡി എത്രയുണ്ട്? 100. 70% കൂടുമ്പോ 170. 170 എന്ന് പറയുമ്പോ എത്ര ടൈംസാ? 1.7 അല്ലെ? 1.7. കൈനറ്റിക് എനർജി ഈസ് പ്രൊപ്പോർഷണൽ ടു മൊമെന്റം സ്ക്വയർ. സ്ക്വയർ ഇല്ല. 1.7ന്റെ സ്ക്വയർ. 17ന്റെ സ്ക്വയർ എത്രയാ? അറിയില്ല. ആർക്കറിയില്ലേ 17ന്റെ സ്ക്വയർ? 369. 17ന്റെ സ്ക്വയർ എത്രടാ? 17ന്റെ സ്ക്വയർ അറിയാത്ത പിള്ളേര്. എനിക്കറിയില്ല. നിങ്ങൾ പറഞ്ഞാട്ട് 17ഒക്കെ ഞാൻ മറന്നുപോയി. നിങ്ങളൊക്കെ അല്ലേ? 289 അല്ലെ? കിട്ടിയ 289. സോ എത്ര ശതമാനം? 2.89. 2.89 ആണ്. എത്ര ശതമാനം? 2.89 അല്ലേ കിട്ടിയത്? 289%. എത്ര ശതമാനം ഇൻക്രീസ്? 189% ഇൻക്രീസ്. കിട്ടിയ? ഇനി പറയിപ്പിക്കരുതല്ല. ഇനി കുഴപ്പമില്ലല്ലോ. 40%. ഓൾറെഡി ഉള്ള വാല്യൂ എത്രയാ? ഓൾറെഡി ഉള്ളത് 100. 40% കൂടുമ്പോ 140. 1.4. അതിന്റെ സ്ക്വയർ 1.4. 14ന്റെ സ്ക്വയർ 196. 1.4ന്റെ സ്ക്വയർ 1.96. അപ്പൊ എത്ര ശതമാനമായിട്ട് മാറും മക്കളെ? 196%. എത്ര ഇൻക്രീസ്? 96% ഇൻക്രീസ്. കേട്ടാ? ബുദ്ധിമുട്ടില്ലല്ലോ. ഇത്രയും ഭാഗമാണ് കൈനറ്റിക് എനർജിക്കുള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള ഭാഗങ്ങളാണ്. അപ്പൊ കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോ എന്ത് കാരണം ഉണ്ടാവുന്ന എനർജിയാണ്? മോഷൻ, വെലോസിറ്റി. ഇക്വേഷൻ ഹാഫ് എം ജി സ്ക്വയർ അല്ലെ? യെസ്. സ്കെയിലർ വെക്ടർ സ്കെയിലർ. ജൂൾ യൂണിറ്റ്. നെഗറ്റീവോ പോസിറ്റീവോ? എപ്പോഴും പോസിറ്റീവ്. ഓൾവേസ് പോസിറ്റീവ്. ദെൻ മൊമെന്റുമായിട്ടുള്ള ഇക്വേഷൻ പറഞ്ഞ കൈനറ്റിക് എനർജി ഈക്വൽ ടു P square by 2m. Momentum equal to root of 2m into kinetic energy. രണ്ട് ബോഡികൾക്ക് സെയിം മൊമെന്റം ആണെങ്കിൽ മാസ് കുറവുള്ളവന് കൈനറ്റിക് എനർജി കൂടും അല്ലെ? അത്ര ഉള്ള കൈനറ്റിക് എനർജി. ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾക്ക്? ബുദ്ധിമുട്ടില്ലല്ലോ. ഇല്ല. യെസ്. കൃഷ്ണപ്രിയ ഇല്ല. 1.5ന്റെ സ്ക്വയർ എത്രയാണ് കൃഷ്ണപ്രിയ? 3 അല്ലേ? 1.5ന്റെ സ്ക്വയർ എത്രയാ? യെസ്. അപ്പോ അടുത്ത് ബുക്കൊക്കെ മടക്കി വെച്ചു കുറെ പേര്. കുഴപ്പമില്ല. അടുത്തത് പൊട്ടൻഷ്യലാണ്. ജസ്റ്റ് ആ സ്റ്റേറ്റ്മെന്റ് എഴുതുക.
പൊട്ടൻഷ്യൽ എനർജി എഴുതില്ലേ? എനർജി പോസസ്ഡ് ബൈ എ ബോഡി, പൊട്ടൻഷ്യൽ എനർജി അത് കേട്ടോ. എനർജി പോസസ്ഡ് ബൈ ബോഡി by virtue of its position or configuration, by virtue of its position or configuration. അതാണ് പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, യെസ്. പൊട്ടൻഷ്യൽ എനർജി എന്താണ്, എത്രയാണെന്നുള്ള ഇക്വേഷനെങ്കിലും അറിയോ നിങ്ങൾക്ക്? അറിയോ? ഇല്ല. എം ജി എച്ച് കേട്ടിട്ടുണ്ട്, എം ജി എച്ച് കേട്ടിട്ടുണ്ട്. യെസ്, വെരി ഗുഡ്. എം ജി എച്ച് കേട്ടോ. പൊട്ടൻഷ്യൽ എനർജി കൊണ്ട് എം ജി എച്ച്. ബോയ്സ് ഒന്നും ആരും കേട്ടിട്ടില്ല, അത് നമുക്ക് കുഴപ്പമില്ല. ഗേൾസ് പിന്നെയും കേട്ടിട്ടുണ്ട്, ഹാഫ് എം ബി സ്ക്വയർ. അല്ല സാർ, എം ജി എച്ച്. യെസ്, പൊട്ടൻഷ്യൽ എനർജി കൊണ്ട് എം ജി എച്ച് നമ്മൾ പഠിച്ചിട്ടില്ലേ? തെറ്റാ. അപ്പൊ ഒരു സന്തോഷമൊക്കെ അല്ലേ? സന്തോഷമായിരുന്നു, ഒരു സന്തോഷം. ബോയ്സിന് പ്രത്യേക സന്തോഷമായിരുന്നു കേട്ടാ. പക്ഷെ ഒരു അർത്ഥത്തിൽ നോക്കുമ്പോ അത് ശരിയാണ്. യെസ്, അപ്പൊ ഞാൻ പറഞ്ഞു വരാനുള്ള കാരണം മക്കളെ, നിങ്ങൾ പഠിച്ചത് തെറ്റാണ്. അതായത് നമ്മൾ മാറി പഠിക്കുന്നത് ഇവിടെയാണ്. പ്ലസ് വണ്ണിലാണ് നിങ്ങൾ കറക്റ്റ് പൊട്ടൻഷ്യൽ എനർജി എന്താണെന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോ ഇവിടെയാണ് ശരിക്കും പഠിക്കുന്നത്. നമ്മൾ അവിടെ പഠിച്ചത് തെറ്റാണ്. ഇവിടെ കറക്റ്റായിട്ട് പറയും. അത് പഠിക്കണം എന്നുള്ളൂ. നാളെ ഈ ക്ലാസ് കഴിഞ്ഞിട്ട്, ഈ ക്ലാസ് എന്ന് പറയുമ്പോൾ അടുത്ത ക്ലാസ്സിലാണ് പൊട്ടൻഷ്യൽ എനർജി എടുക്കുക. അത് ക്ലാസ് കഴിഞ്ഞിട്ട് അപ്പുറത്തെ ദിവസം പോയിട്ട് എം ജി എച്ച് ആണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ എന്താണ് എം ജി എച്ച് എന്നുള്ള കാര്യം, എന്താണ് പൊട്ടൻഷ്യൽ എനർജി എന്നുള്ള കാര്യം നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ കേട്ടോ. അപ്പൊ ഒന്ന് വായിച്ചു വരാട്ടോ.